Good evening all. PHF Mediguru PSC ഹണ്ട് 2027 11ാമത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഡോക്ടർ സഹല ടി. മാഡം കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദവും പൂർത്തീകരിച്ചത്. ഇപ്പോൾ മലപ്പുറം ഹോമിയോ ജില്ലാ ആശുപത്രിയിൽ RMO ആയിട്ട് വർക്ക് ചെയ്യുന്നു. മാഡത്തെ ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ക്ലാസ്സിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. മാഡം സ്റ്റാർട്ട് ചെയ്യാം. Okay. Good evening all. എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. അപ്പൊ അതിൽ ഞാൻ 3 PSC കഴിഞ്ഞ 3 വർഷത്തെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സമയം കിട്ടാത്തത് കൊണ്ട് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത്. 2026 ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അറൌണ്ട് 10 ക്വസ്റ്റ്യൻസും കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല അതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ്. പിന്നെ നമ്മൾ ഒരു ഏരിയ കവർ ചെയ്യാൻ മാത്രം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് കൺസെപ്റ്റ്സ് കവർ ചെയ്ത് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇത്രയും ടഫായിട്ട് നമുക്ക് സാധാരണ മെഡിക്കൽ ഓഫീസർ PSCക്ക് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷത്തെ ട്രെൻഡ് മാറി മാറി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. സോ നമ്മളിത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2026 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which national AIDS control organization strategy is used for human immunodeficiency virus infection diagnosis in symptomatic patients? Okay. നാക്കോനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2018 PSCയിലെ ആണെന്ന് തോന്നുന്നു. അപ്പം അത് നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അതിലൊന്നും പറയാത്ത ഒരു കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. Which NACO strategy is used for HIV infection diagnosis in symptomatic patients? Option A, strategy 1. Option B, strategy 2A. Option C, strategy 2B. Option D, strategy 3. Okay, ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എല്ലാവരും എത്തിയോ? കുറെ പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളവർക്ക് ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്തെങ്കിലും ഗസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. Strategy 2A. Strategy 2A. Okay. Any other option? ആർക്കെങ്കിലും പറയാണ്ടോ? ആക്ച്വലി ഈ ഒരു സ്ട്രാറ്റജിനെ കുറിച്ചിട്ട്, അതായത് ഈ ഡയഗ്നോസിസിന്റെ HIV ഡയഗ്നോസിസ് സ്ട്രാറ്റജിനെ കുറിച്ചിട്ട് ആക്ച്വലി നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കുറേ തപ്പി നോക്കി, പക്ഷെ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനൊരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ബുക്ക് റെഫർ ചെയ്തിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം നാക്കോ HIV ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. 4 സ്ട്രാറ്റജിയാണ് പറയുന്നത്. സ്ട്രാറ്റജി 1, സ്ട്രാറ്റജി 2A, സ്ട്രാറ്റജി 2B, സ്ട്രാറ്റജി 3. ഓക്കെ, ഈ സ്ട്രാറ്റജി 1 സ്ക്രീനിങ് ആണ് പറയുന്നത്. സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്, ഓർഗൻസ്, അതിനൊക്കെ നമ്മൾ സ്ക്രീൻ ചെയ്യാണ് ചെയ്യുന്നത്. സ്ട്രാറ്റജി 1 സ്ക്രീനിങ് ആണ് പറയുന്നത്. അത് നമ്മൾ യൂഷ്വലി ഇപ്പൊ ബ്ലഡ് ഡോണേഴ്സിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്ക്രീൻ ചെയ്യുക, അല്ലെങ്കിൽ ഓർഗൻ ഓർ ടിഷ്യൂ ഡോണേഴ്സിൽ സ്ക്രീൻ ചെയ്യുക. പ്രഗ്നന്റ് വുമണിൽ ഏർലി സ്ക്രീനിങ് നമ്മൾ സ്ക്രീനിങ് ചെയ്യില്ലേ, അതായത് HIV സ്ക്രീനിങ് ഉണ്ടോ നോക്കാം. അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി 1 എന്ന് പറയുന്നത്. ഓൾസോ ഇപ്പോൾ എക്സ്പോഷർ ഒക്കെ ഉള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിലൊക്കെ സ്ക്രീൻ ചെയ്യുക,
അതൊക്കെ ഇതിൽ അണ്ടറിൽ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ടെസ്റ്റിംഗ് ആൽഗോരിതം എന്ന് പറയുന്നത് 1 ടെസ്റ്റ് ആണ്. അതായത് ഈ സ്ട്രാറ്റജി 1 സ്ക്രീൻ ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ആണ് നടത്തി നോക്കുന്നത്. ഓക്കെ, സ്ക്രീൻ ചെയ്യുമ്പോൾ 1 ടെസ്റ്റ് ആണ് നടത്തി നോക്കുന്നത്. പിന്നെ സ്ട്രാറ്റജി 2 രണ്ടായിട്ടുണ്ട്, സ്ട്രാറ്റജി 2A ആൻഡ് 2B. ഈ സ്ട്രാറ്റജി 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സർവിലൻസ് ആണ് പറയുന്നത്. സർവിലൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നിരീക്ഷണം അല്ലെ, നിരീക്ഷിക്കുക. നമ്മളിങ്ങനെ ഒരു ഇപ്പോൾ HIV റെലവെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ആളുകളിലൊക്കെ നിരീക്ഷിക്കുക എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് ഈ സർവിലൻസ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കണ്ടിന്യൂസ് സ്ക്രൂട്ടിനിങ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ഒക്കറൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസീസ്. അതിനെയാണ് നമ്മൾ സർവിലൻസ് പറയുന്നത്. ഒരു ഡിസീസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ സർവിലൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് സെന്റിനൽ സർവിലൻസ് ആണ്. സെന്റിനൽ സർവിലൻസ് പറഞ്ഞാൽ അത്രയും ക്രൂഷ്യൽ ആയിട്ട് ഓരോ ഏരിയ പോയിട്ട് നമ്മൾ സർവിലൻസ് ചെയ്യുന്നതാണ് സെന്റിനൽ സർവിലൻസ്. അത് ചെയ്യുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഐഡന്റിഫൈ ദ മിസ്സിംഗ് കേസസ്. ഏതെങ്കിലും കേസ് മിസ്സായി പോവാതെ നമ്മൾ അത്രയും ക്രൂഷ്യൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെന്റിനൽ സർവിലൻസ് എന്ന് പറയുന്നത്. സോ സർവിലൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജി 2A യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ HIV സെന്റിനൽ സർവിലൻസ്, എസ്റ്റിമേഷൻ ഓഫ് HIV prevalence in specific populations, മോണിറ്ററിംഗ് ട്രെൻഡ് ഓഫ് ദി എപ്പിഡമിക്. അതായത് HIV ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജി 2A പറയുന്നത്. അപ്പോൾ അതിൽ 2 ടെസ്റ്റുകളാണ് വേണം. 2 ടെസ്റ്റുകൾ, അതായത് ഫസ്റ്റ് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ കൺഫർമേറ്ററി ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് രണ്ടാമത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ഓക്കെ, ദെൻ സ്ട്രാറ്റജി 2B. സ്ട്രാറ്റജി 2Bയിലാണ് ഡയഗ്നോസിസ് ഇൻ ക്ലിനിക്കലി സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്. ഓക്കെ, മാറിപ്പോരുത്. ക്ലിനിക്കലി സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസിലെ ഡയഗ്നോസിസ് ആണ് സ്ട്രാറ്റജി 2B പറയുന്നത്. ഓക്കെ, സോ അതിൽ പറയുന്നത് ഇൻഡിവിജ്വൽസ് വിത്ത് സൈൻസ് ആൻഡ് സിംറ്റംസ് സജസ്റ്റീവ് ഓഫ് HIV. അപ്പൊ നമുക്ക് കുറച്ച് പേഷ്യൻസിൽ നമ്മൾ HIVയുടെ സൈൻസും സിംറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചു. സോ അവരെ നമ്മൾ കൺഫർമേറ്ററി ആയിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി 2B അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് ചെയ്തു, നമ്മൾ HIV പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടാമതൊന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് കൺഫർമേറ്ററി. അപ്പൊ 2 ടെസ്റ്റ് ആണ് അവിടെ പറയുന്നത്. Then strategy 3. Okay, strategy 3ലാണ് ഡയഗ്നോസിസ് ഇൻ ക്ലിനിക്കലി അസിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് എനി സൈൻസ് ആൻഡ് സിംറ്റംസ്, അങ്ങനെയുള്ള ആളുകളിൽ, അതായത് ഇപ്പോൾ ജനറൽ പോപ്പുലേഷനിൽ പോയിട്ട് നമ്മൾ HIV ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി പ്രീ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടും അതർ നോൺ ക്ലിനിക്കൽ സെറ്റിംഗ്സിലൊക്കെ നമ്മൾ HIV ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതില് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി, രണ്ടാമതൊന്നും കൂടെ നോക്കി, മൂന്നാമത്തതിലാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 4 കാറ്റഗറി നിങ്ങൾ അറിഞ്ഞു വെക്കുക. അത് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല വേറെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും, പറയാൻ പറ്റില്ല, ഇനി ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ 4 സ്ട്രാറ്റജി എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഡീപ്പായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ആണ്, സെക്കൻഡ് സർവിലൻസ്, സെക്കൻഡ് B ഡയഗ്നോസിസ് ഇൻ ക്ലിനിക്കലി സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്, സ്ട്രാറ്റജി 3 എന്ന് പറയുന്നത് ക്ലിനിക്കലി അസിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ നാക്കോനെ കുറിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു കുറച്ച് ഇങ്ങനത്തെ ഈ കോഡ്സ്, അതുപോലെ തന്നെ കുറെ നമ്മളിപ്പോ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിക്ക് ആവുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പം ഈ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഒരേ ഏരിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ HIV അല്ലെങ്കിൽ നാക്കോ അല്ലെങ്കിൽ NACP അവിടെ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ചോദിച്ചതായി കാണുന്നത്. അതേപോലെ എന്താ പറയുക, കുറെ അങ്ങനെ ഇപ്പൊ എപ്പിഡമോളജിന്ന് കുറെ ക്വസ്റ്റ്യൻസ്, ഇൻഫെക്ഷൻ ഭാഗത്തു നിന്ന് കുറെ ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മളെ വാട്ടർ ക്വാളിറ്റി, അങ്ങനത്തെ കുറെ നമ്മള് എന്താ പറയാ പ്രിവെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം. കാരണം അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും, റിപ്പീറ്റഡ് ആയിട്ടല്ലെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ചെറിയ ഒരു ഇതിൽ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നാക്കോ, അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ STI RTI സർവീസസ് കൊടുക്കുന്നുണ്ട്. അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ട് സർവീസസ് കൊടുക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സർവീസാണ് സുരക്ഷാ ക്ലിനിക്. ഓക്കെ, സുരക്ഷാ ക്ലിനിക് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ
നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് കൂടി വരുന്ന സമയമാണ്. ഓക്കെ, സോ കറന്റ്ലി ഈ സുരക്ഷാ ക്ലിനിക്ക് ഇന്ത്യയിൽ ഏകദേശം നാക്കോന്റെ ഒരു അക്കോർഡിംഗ് ടു നാക്കോ 1127 സുരക്ഷാ ക്ലിനിക്ക് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ സിംറ്റംസും സയൻസും ഒക്കെ നമ്മൾ എടുത്തോട്ട് വരുമ്പോൾ സുരക്ഷാ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് പേഷ്യൻസിന് സിംറ്റംസ് ആൻഡ് സയൻസ് ഒക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് സിൻഡ്രോം ആണ് അല്ലെങ്കിൽ എന്ത് ഡിസീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോഡ് കിറ്റുകൾ ഉണ്ട്. ആക്ച്വലി അതിലാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് മെഡിസിൻസും അതുപോലെ തന്നെ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. സോ കുറെ കളർ കോഡ് കിറ്റുകളാണ്, അത് പ്രീ പാക്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പം ഏത് അസുഖമാണോ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കളർ കോഡ് കിറ്റുകൾ ഓൾറെഡി പ്രീ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? സോ അതിൽ നമ്മൾ ട്രീറ്റ്മെന്റും ഈ കളർ കോഡ് കിട്ടും. ഇപ്പം ഓരോരുത്തരും ഓരോ അസുഖങ്ങളായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ സിംറ്റംസ് ആൻഡ് സയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന സിൻഡ്രം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ കളർ കോഡ് കിറ്റ് കൊടുക്കുന്നു. അതിലുള്ള മെഡിസിൻസും അതിനാവശ്യമുള്ള സംഭവങ്ങളും മെറ്റീരിയൽസും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ക്ലീനിങ് ആൻഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഓരോന്നിനും ഓരോ കളർ കോഡ് കിറ്റ്സ് ആണ് ഉണ്ടാവുക. അതിന്റെ കൂടെ കൗൺസിലിംഗും കൂടെ കൊടുക്കും. അതാണ് സുരക്ഷാ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഓരോ സിൻഡ്രവും ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് മെഡിസിൻസും അതുപോലെ തന്നെ റിക്വയർഡ് ഐറ്റംസും ഒരു കിറ്റ് ആയിട്ട് പ്രീ പാക്ക് ചെയ്ത് കളർ കോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ സുരക്ഷാ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഓരോ കിറ്റിനും ഒരു നമ്പറും ഒരു കളറും ഉണ്ട്. അപ്പൊ അത് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇതിൽ കളർ കോഡ്സ് ഓഫ് ദ കിറ്റ് പറയുന്നുണ്ട്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വണ് ഗ്രേ കളറാണ്. ഗ്രേ കളർ കിറ്റ് ആണ് എങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന രോഗം എന്ന് പറയുന്നത് യുറീത്രൽ ഡിസ്ചാർജ്, അതുപോലെ തന്നെ ആനോറക്ടൽ ഡിസ്ചാർജ് ആൻഡ് സെർവിസൈറ്റിസ്, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെയാണ് ഗ്രേ കളേർഡ് കിറ്റ് കൊടുക്കുന്നത്. ദെൻ വജൈനൈറ്റിസിനാണ് ഗ്രീൻ കളേർഡ് കിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വൈറ്റും ബ്ലൂവും റെഡും ഉണ്ട്. അത് മൂന്നും കൊടുക്കുന്നത് ജെനൈറ്റൽ അൾസേഴ്സിനാണ്. അത് ഓരോന്നും ഓരോ സ്പെസിഫിക് ആയിട്ട് ക്ലാസിഫിക്കേഷൻ എക്സ്ട്രാ പറയുന്നുണ്ട്, ആവശ്യമില്ല. ജസ്റ്റ് വൈറ്റ് ബ്ലൂ റെഡ് ജെനൈറ്റൽ അൾസേഴ്സിനാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ കിറ്റ് 6 യെല്ലോ കളേർഡ് ആണ്. യെല്ലോ കളേർഡ് എന്ന് പറഞ്ഞാൽ ലോവർ അബ്ഡോമിനൽ പെയിൻ ആണ് കൊടുക്കുന്നത്. കിറ്റ് 7 എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ്. അത് ഇൻഗ്വൈനൽ വിവോക്ക് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻഗ്വൈനൽ വിവോക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഈ കളർ കോഡ് ഓഫ് ദി കിറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സ്ട്രാറ്റജിയാണ് HIV ഇൻഫെക്ഷൻ ഡയഗ്നോസിസ് സിംറ്റമാറ്റിക് പേഷ്യൻസ്? അപ്പോൾ ഇപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഈ ഒരു ഇത് പഠിച്ച സമയത്ത് നമുക്ക് ആൻസർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രാറ്റജി 2B ആണ്. ഓക്കെ, സ്ട്രാറ്റജി 2B ആണ്. സ്ട്രാറ്റജി 2B ആണ് സിംറ്റമാറ്റിക് പേഷ്യൻസിൽ. സ്ട്രാറ്റജി 3 ആണ് ഡയഗ്നോസിസ് ഇൻ അസിംറ്റമാറ്റിക് പേഷ്യൻസ്. ഓക്കെ, സോ കമ്മിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ ലൈവ് വാക്സിൻസ് അമംഗ് ദ ഫോളോവിങ്. ഓക്കെ, ഓപ്ഷൻ അല്ല. ഫസ്റ്റ് ചോയ്സ് സെബൈൻ പോളിയോ വാക്സിൻ, സെക്കൻഡ് വൺ MMR വാക്സിൻ, തേർഡ് വൺ റോട്ട വൈറസ് വാക്സിൻ, ഫോർത്ത് വൺ റാബീസ് വാക്സിൻ. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് A 1, 2 and 4, B 2, 3 and 4, C 1, 2 and 3, D 1 and 4. ഇതിന്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറയുക. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണോ? ഓക്കെ, ഇനി അത് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഈ ഒരു പേപ്പറിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും സബൈൻ പോളിയോ വാക്സിൻ ആണോ. പോളിയോ വാക്സിന് 2 ടൈപ്പ് ഉണ്ട് നമുക്ക് അറിയാം അല്ലെ. ഇതിന്റെ സബൈൻ പോളിയോ വാക്സിൻ ലൈവ് ആണോ അതോ ഫിൽഡ് ആണോ? MMR വാക്സിൻ, റോട്ട വൈറസ് വാക്സിൻ, റാബീസ് വാക്സിൻ, അറിയുന്നവരുണ്ടോ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് വാക്സിൻസ് കറന്റ്ലി ഇൻ യൂസ് ഒരു ചെറിയ ഒരു ബ്രീഫായിട്ട് പഠിക്കാം. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. നമുക്ക് കുറെ വാക്സിൻസ്, നമ്മൾ ലൈവ് വാക്സിൻസും കിൽഡ് വാക്സിൻസ് ഒക്കെ പല പല കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് ഇപ്പൊ ഒന്നുകിൽ കിൽഡ് വാക്സിൻസ് പഠിക്കുക അല്ലെങ്കിൽ ലൈവ് വാക്സിൻസ് പഠിക്കുക. ആക്ച്വലി ഇത് എളുപ്പമാണെങ്കിലും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അത് പഠിച്ചു വെച്ചിരിക്കണം. ഇപ്പം ഇതില് ഒറ്റ സെക്കൻഡ്, എനിക്കൊരു കോള് വരുന്നുണ്ട്.
ഓക്കെ. സോ ഇതില് ഇപ്പം നമ്മൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന വാക്സിൻസിന്റെ ഒരു ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പം നമ്മളെല്ലാം കൂടെ കാണാതെ പഠിക്കുന്നത് പോസിബിൾ ആവണമെന്നില്ല, കുറെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചതിൽ റാബീസ് വാക്സിൻ, നമ്മൾ റാബീസ് വാക്സിൻ എപ്പോഴും ലൈവ് ആണെന്ന് നമുക്കൊരു തോട്ട് ഉണ്ടാവും, പക്ഷെ റാബീസ് വാക്സിൻ ഈസ് എ കിൽഡ് വാക്സിൻ. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുള്ളതും ഈ റാബീസ് വാക്സിൻ ആണ്, ഈ ഓപ്ഷന് എന്താ പറയാ റോങ് ആയിട്ട് കൊടുത്തിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് അത് നിങ്ങൾ മറന്നു പോകരുത്, റാബീസ് വാക്സിൻ ഒരു കിൽഡ് വാക്സിൻ ആണ്. ഓക്കെ, ഇതിൽ വരാവുന്ന ഹൈ ഈൽഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഓറൽ പോളിയോ വാക്സിനും പിന്നെ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിനും അറിയാം. അതായത് സബൈൻ വാക്സിനും ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ സബൈൻ അല്ലെങ്കിൽ സബൈൻ ആണ്, അതായത് ലൈവ് പോളിയോ വാക്സിൻ ആണ്. IPV എന്ന് പറഞ്ഞാൽ കിൽഡ് വാക്സിൻ ആണ്. ഓക്കെ, ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. ഓക്കെ, ഇനാക്ടിവേറ്റഡ് ഹോൾ പാത്തജൻ ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത് ഇപ്പോൾ വരാവുന്നതാണ് പെർട്യൂസിസ്. പെർട്യൂസിസ് എന്ന് പറഞ്ഞാൽ ഹോൾ സെൽ പെർട്യൂസിസ് ആണ്, അതാണെങ്കിൽ കിൽഡ് ആയിരിക്കും. പിന്നെ അസെല്ലുലാർ അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്, ഇനാക്ടിവേറ്റഡ് ടോക്സിൻ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ആണ് പിന്നെ അസെല്ലുലാർ ആയിട്ടുള്ള പെർട്യൂസിസ് വരുന്നത്. ദെൻ ന്യൂമോകോക്കലും രണ്ട് ടൈപ്പ് ഉണ്ട്. പ്ലെയിൻ പോളിസാക്കറൈഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ കോൺജുഗേറ്റഡ് ഉണ്ട്. ഓക്കെ, ന്യൂമോകോക്കൽ വാക്സിൻ. ദെൻ ടൈഫോയിഡ്, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ടൈഫോയിഡ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ടൈഫോയിഡ് VI, അത് പോളിസാക്കറൈഡ് ആണ്, അതായത് ടൈഫോയിഡ് VI എന്ന് വെച്ചാൽ വിറുലൻസ്. ഓക്കെ, ടൈഫോയിഡ് VI ക്യാപ്സുലാർ പോളിസാക്കറൈഡ് ആണ്. ദെൻ ടൈഫോയിഡ് 21A, TY21A എന്നാണ് പറയുക, അത് ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ ആണ്. ദെൻ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് എയും. ഹെപ്പറ്റൈറ്റിസ് ബി റീകമ്പിനന്റ് വാക്സിൻ ആണ്, ഹെപ്പറ്റൈറ്റിസ് എ കിൽഡ് വാക്സിൻ ആണ്. ദെൻ അപ്പൊ ഇതില് നമ്മളിപ്പോ ലൈവ് വാക്സിൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് BCG, OPV, മീസിൽസ്, മംസ്, റുബല്ല, വാരിസെല്ല. ഓക്കെ, അതെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കണം. BCG, OPV, മീസിൽസ്, മംസ്, റുബല്ല, വാരിസെല്ല. കിൽഡില് IPV, റാബീസ്, ഹെപ്പറ്റൈറ്റിസ് എ. ടോക്സോയിഡില് ഡിഫ്തീരിയ, ടെറ്റനസ്. ഓക്കെ, ടോക്സോയിഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് തന്നെയാണ്, പക്ഷെ അവിടെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ടോക്സോയിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത്, പ്യൂരിഫൈഡ് പ്രോട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ കിൽഡ് ഹോൾ ഓർഗാനിസം ആണെങ്കിലാണ് നമ്മൾ കിൽഡ് ഇനാക്റ്റീവ് ഹോൾ പാത്തജൻ എന്ന് പറയുന്നത്. പിന്നെ ലൈവ് അറ്റന്യൂറ്റഡ് ആണെങ്കിൽ വീക്കെൻഡ് ലൈവ് ഓർഗാനിസം ആണ്, ഹോൾ ഓർഗാനിസത്തിനെയാണ് അവിടെ എടുക്കുന്നത്. പക്ഷെ ടോക്സോയിഡിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, മാറിപ്പോകരുത്. പിന്നെ റീകമ്പിനന്റ് വാക്സിൻ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും പിന്നെ അതിൽ വരുന്നതാണ് ഹ്യൂമൻ പാപ്പിലോമ വാക്സിൻ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ദെൻ കമ്മിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഈ ഒരു ഏരിയ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ എന്തായാലും കഴിയില്ല. അപ്പൊ ഞാൻ ഓരോ ഓപ്ഷനും വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ ഈ ഒരു റാൻഡമൈസേഷൻ അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ, കൊഹോർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷണൽ സ്റ്റഡി, ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിച്ച് കാണാറുണ്ട്. അപ്പം ആ ഒരു ഭാഗം ഒന്ന് നന്നായിട്ട് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് തിയറി ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു പോർഷൻ കവർ ചെയ്ത് പോവാം. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. In the design and analysis of epidemiological studies, which of the following statement is incorrect? Okay. Option A, randomization in a clinical trial helps to control for both known and unknown confounders. Option B, selection bias occurs when the relationship between exposure and disease is different for those who participate in the study versus those who are eligible but do not participate. Option C, confounding can be corrected during the data analysis stage by using methods such as stratification or multivariate modeling. Option D, increasing the sample size of a study is an effective way to eliminate the effects of confounding and systematic bias. ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ PSCക്ക് വരികയാണെങ്കിൽ, വരാനുള്ള സാധ്യത കുറവാണ്, പക്ഷെ നമുക്ക് വരാം. ഓക്കെ, വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഒരു നമ്മൾ ഒരു എക്സാമിന്റെ സമയത്ത്, അത് PSCയുടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ടൈം മാനേജ്മെന്റ് ആണ്. അപ്പം ഫസ്റ്റ് സോറി
ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണുന്നെങ്കിൽ നിങ്ങൾ അത് ഫസ്റ്റ് വായിക്കാനേ നിൽക്കരുത്. കാരണം നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് മിനിമം നമ്മൾ അതിൽ പോകും, വായിക്കാൻ തന്നെ പോകും. കാരണം ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറെ സമയം പോകും. അപ്പം നമ്മൾ ഫസ്റ്റ് ഏറ്റവും എളുപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ കറക്റ്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ആൻസർ ചെയ്യേണ്ടത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കണം. അതായത് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഈ ഏരിയ അത്രയും തറവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത്രയും അറിയെങ്കിൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് നോക്കുക. ഓക്കെ, സോ ഇതിൽ ഓപ്ഷൻ എ, ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയുന്നത് ഉണ്ടായിരുന്നോ? ഓൾറെഡി ഇതിന്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. കുറച്ച് എക്സ്പ്ലനേഷൻ വേണ്ട ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസിലെ ബയസ്, കൺഫൗണ്ടിങ്, റാൻഡം എറർ അങ്ങനത്തെ കൺസെപ്റ്റ് ഒക്കെയാണ് ആക്ച്വലി നോക്കുന്നത്. സോ ആദ്യം ഈ ക്വസ്റ്റ്യന്റെ കോർ ഐഡിയ നോക്കുക. അതിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ്, രണ്ടാമത്തത് ബയസ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എറർ, മൂന്നാമത്തത് റാൻഡം എറർ. ഓക്കെ, ഇവ 3 നമ്മൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. സോ ആദ്യം നമുക്ക് എന്താണ് റാൻഡമൈസേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ റാൻഡമൈസേഷൻ ഇൻ എ ക്ലിനിക്കൽ ട്രയൽ ഹെൽപ്സ് ടു കൺട്രോൾ ഫോർ ബോത്ത് നോൺ ആൻഡ് അൺനോൺ കൺഫൗണ്ടേഴ്സ്. ഓക്കെ, അപ്പൊ റാൻഡമൈസേഷൻ ആക്ച്വലി എന്താണ്? ഒരു ക്ലിനിക്കൽ ട്രയലിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ റാൻഡം ആയിട്ട് ഇന്റർവെൻഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ആണ് റാൻഡമൈസേഷൻ. ഓക്കെ, സോ റാൻഡമൈസേഷൻ ഈസ് ദ ഹാർട്ട് ഓഫ് എ കൺട്രോൾ ട്രയൽ. ഒരു RCTയുടെ ഹാർട്ട് എന്ന് പറയുന്നത് റാൻഡമൈസേഷൻ ആണ്. RCT നമുക്കറിയാം ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി ആണ് അല്ലെ. സോ ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലിന് ആക്ച്വലി 6 ബേസിക് സ്റ്റെപ്സ് ആണുള്ളത്. അത് നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ ഓൾറെഡി പഠിക്കും. ജസ്റ്റ് ഞാനൊന്ന് പറയാം 6 സ്റ്റെപ്സ്. ഒന്ന്, ഫസ്റ്റ് നമ്മളൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കുക, അതായത് ഡ്രോവിങ് അപ്പ് എ പ്രോട്ടോകോൾ. ദെൻ സെലക്ടിങ് റെഫറൻസ് ആൻഡ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ടാർഗറ്റ് പോപ്പുലേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റാൻഡമൈസേഷൻ. നാലാമത്തത് മാനിപ്പുലേഷൻ ഓർ ഇന്റർവെൻഷൻ. അഞ്ചാമത്തത് ഫോളോ അപ്പ്. ആറാമത്തെ അസസ്മെന്റ് ഓഫ് ഔട്ട്കം ഓർ സ്റ്റഡി. സോ അതിൽ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഈ റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ആണ്. അതിൽ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഗ്രൂപ്പ്സിൽ 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കും, അതായത് സ്റ്റഡി ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് നോ കൺട്രോൾ ഓവർ അലോക്കേഷൻ. അതായത് ഇൻവെസ്റ്റിഗേറ്ററിന് അതിൽ ഒരു റോളൊന്നുമില്ല, റാൻഡംലി ആണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് എവരി ഓൺ ഈക്വൽ ചാൻസ്, അതായത് ഓരോരുത്തർക്കും, അതായത് ഈ സ്റ്റഡിയിൽ പങ്കെടുക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈക്വൽ ചാൻസ് ആണ്. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈക്വൽ ചാൻസ് ആണ് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിലും കൺട്രോൾ ഗ്രൂപ്പിലും വരാനുള്ള സാധ്യത. ഓക്കെ, സോ ഈ സെലക്ഷൻ ബയസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ റാൻഡമൈസേഷൻ ചെയ്യണത്. സോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 100 പേഷ്യൻസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ 50 പേരെ സ്റ്റഡി ഗ്രൂപ്പായിട്ടും 50 പേരെ കൺട്രോൾ ഗ്രൂപ്പായിട്ടും വെക്കുകയാണ്. സോ നമ്മൾ റാൻഡം അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഏജ്, സെക്സ്, സ്മോക്കിംഗ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള നോൺ കൺഫൗണ്ടേഴ്സ് മാത്രമല്ല, അതായത് ഇതിനെയാണ് നമ്മൾ നോൺ കൺഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. കൺഫൗണ്ടേഴ്സ് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റഡീനെ നമുക്കൊരു കോസും ഒരു എഫക്റ്റും ഉണ്ടാവും. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ചിലപ്പം ഇപ്പൊ ലങ് ക്യാൻസർ, അതായത് ഇപ്പൊ സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ എന്നുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു സ്റ്റഡിയിൽ നമ്മൾക്കറിയാം സ്മോക്കിംഗ്, നമുക്കറിയാം അത് ലങ് ക്യാൻസർ കോസ് ചെയ്യുന്നു എന്നറിയാം. പക്ഷെ അതിനെ ബാധിക്കുന്ന ആ ഒരു സ്റ്റഡിയിൽ ഇല്ലാത്ത കുറെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഉണ്ടാവും അല്ലെ, അതിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അഫക്റ്റ് ചെയ്യാവുന്ന, ലൈക്ക് ഏജ്, സെക്സ്, സ്മോക്കിംഗ് അല്ല, ഏജ്, സെക്സ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യാം ആ റിസൾട്ടിന്. സോ അതിനെയാണ് നമ്മൾ കൺഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കൺഫൗണ്ടേഴ്സ് നോൺ കൺഫൗണ്ടേഴ്സ് ഉണ്ട്, അൺനോൺ കൺഫൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സസൈസ് വെയിറ്റ് ലോസിന് കാരണമാകുന്നു എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ അതിൻ്റെ ഇടയ്ക്ക് ഡയറ്റ് ഒരു കൺഫൗണ്ടർ ആണ് ആക്ച്വലി. കാരണം ഈ എക്സസൈസ് ചെയ്യുന്നവർ ഡയറ്റും ശ്രദ്ധിക്കും, റൈറ്റ്? സോ വെയിറ്റ് ലോസ് എക്സസൈസ് കൊണ്ടാണോ വരുന്നത് അതോ ഡയറ്റ് കൊണ്ടാണോ വരുന്നത് എന്ന് നമുക്ക് ക്ലിയർ അല്ല. പക്ഷെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് എന്താണ് എക്സസൈസ് വെയിറ്റ് ലോസ് കാരണമാകുന്നു എന്നാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ ഈ ഡയറ്റ് എന്ന് പറഞ്ഞത് അവിടെ ഒരു അൺനോൺ കൺഫൗണ്ടർ ആണ്. ഓക്കെ, അപ്പം ഈ റാൻഡമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡയറ്റും ബാലൻസ് ആയിട്ട് പോകും. നമ്മൾ പേഷ്യൻസിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഡയറ്റ് അവിടെ ബാലൻസ് ആവണം എന്നില്ല.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളിത് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ റെഫർ ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം അതാണ് നമ്മുടെ ഈ കൺഫൗണ്ടേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അൺനൗൺ ആൻഡ് അൺനൗൺ കൺഫൗണ്ടേഴ്സിനെ കുറിച്ചിട്ട്. ദെൻ കമ്മിങ് ടു അപ്പം നമ്മൾ ഓപ്ഷൻ എ റാൻഡമൈസേഷൻ ഇൻ എ ക്ലിനിക്കൽ ട്രയൽ ഹെൽപ്സ് ടു കൺട്രോൾ ഫോർ ബോത്ത് നൗൺ ആൻഡ് അൺനൗൺ കൺഫൗണ്ടേഴ്സ്, അത് കറക്റ്റ് ആണ്, മനസ്സിലായില്ലേ? കാരണം റാൻഡമൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അത് രണ്ടും അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ഷൻ ബയസ് ഒക്കേഴ്സ് when the relationship between exposure and disease is different for those who participate in the study versus those who are eligible but do not participate. Okay, അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റില് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് വാട്ട് ആക്ച്വലി സെലക്ഷൻ ബയസ്. ഓക്കെ, ഈ സെലക്ഷൻ ബയസിനെ പറ്റിയുള്ള ഒരു ശരിക്കും അത് സെലക്ഷൻ ബയസ് ആണ് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട്. സോ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്റ്റഡി തന്നെ എടുക്കാം, സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അതിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഏകദേശം നമ്മളൊരു 1000 ആൾക്കാർ എലിജിബിൾ ആയിട്ട് എടുത്തു. പക്ഷെ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഒരു 600 പേരാണ്. 600 പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ചിലർക്ക് കൺസെന്റ് ഒന്നും തന്നില്ല, അപ്പൊ നമ്മൾ അവർക്ക് ഒഴിവാക്കി. 600 പേര് മാത്രമാണ് സ്റ്റഡിയിൽ പങ്കെടുക്കുന്നത്. സോ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും തമ്മിൽ സിസ്റ്റമാറ്റിക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ സ്റ്റഡി റിസൾട്ട് ഡിസ്റ്റോർട്ട് ആകാം. ഓക്കെ, അതായത് ഇപ്പോൾ ഹെവി സ്മോക്കേഴ്സ് സ്റ്റഡിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറയണം. ഓൾറെഡി നമ്മൾ 1000 പേരിൽ കുറച്ച് ഹെവി സ്മോക്കേഴ്സ് ഉണ്ട്. ഓക്കെ, അവർക്ക് ആ സ്റ്റഡിയിൽ പങ്കെടുക്കാം. അപ്പൊ ആ 600 പേര് അല്ലാത്തവരിൽ ആ ഹെവി സ്മോക്കേഴ്സ് ആണ് പോകുന്നതെങ്കിൽ നമ്മൾ ആ സ്റ്റഡി കൊണ്ട് കാര്യമില്ലല്ലോ, അല്ലെ? അപ്പം ഹെവി സ്മോക്കേഴ്സ് സ്റ്റഡിയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറയും, നോൺ സ്മോക്കേഴ്സ് കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ സ്റ്റഡി പോപ്പുലേഷന്റെ യഥാർത്ഥ എലിജിബിൾ പോപ്പുലേഷനെ ശരിയായിട്ട് റെപ്രസെന്റ് ചെയ്യില്ല. സോ അതാണ് സെലക്ഷൻ ബയസ്. സോ ഓർത്ത് വെക്കുക, സെലക്ഷൻ ബയസ് നമ്മൾ ആര് സ്റ്റഡിയിൽ ഉൾപ്പെടുത്തി എന്നതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഇരുത്തി വായിക്കുക. ബി ഓപ്ഷൻ അതാണ് ആക്ച്വലി സെലക്ഷൻ ബയസ്. ഓക്കെ, അപ്പം ആ ഓപ്ഷനും കറക്റ്റ് ആണ്. ദെൻ കമ്മിങ് ടു തേർഡ് ഓപ്ഷൻ, confounding can be corrected during the data analysis stage by using methods such as stratification or multivariate modeling. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റഡിയിൽ തന്നെ നോക്കാം. അതായത് സ്മോക്കിംഗ് ലങ് ക്യാൻസറിന് കാരണമാകുന്നു. സോ അവിടെ ഏജ് ഒരു കൺഫൗണ്ടർ ആണെന്ന് കരുതാം. ഓക്കെ, കാരണം ഇപ്പോ നമ്മുടെ ഓൾഡർ പീപ്പിളിൽ യൂഷ്വലി സ്മോക്കിങ്ങിന്റെ ഹിസ്റ്ററി കൂടുതലാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ ലങ് ക്യാൻസറിന്റെ റിസ്ക്കും കൂടുതലാവാൻ സാധ്യതയുണ്ട്. സോ സ്മോക്കിങ്ങിന്റെ എഫക്റ്റ് മാത്രം നോക്കിയിട്ട് നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ, പക്ഷെ ഏജ് അവിടെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ എന്താവാം, കൺഫൗണ്ടഡ് ആവാം. റൈറ്റ്? സോ കൺഫൗണ്ടിങ് ക്യാൻ ബി കറക്റ്റഡ് ഡ്യൂറിംഗ് ദ ഡാറ്റ അനാലിസിസ് സ്റ്റേജ് ബൈ യൂസിങ് മെത്തേഡ്സ് സച്ച് ആസ് സ്ട്രാറ്റിഫിക്കേഷൻ ഓർ മൾട്ടിവേരിയേറ്റ് മോഡലിംഗ്. അതായത് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡാറ്റ നമ്മളെ കയ്യിൽ കിട്ടി, അപ്പം ഏജിന്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. സ്ട്രാറ്റിഫിക്കേഷൻ, മൾട്ടിവേരിയബിൾ മോഡലിംഗ്. സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ ആളുകളെയും ഏജ് അനുസരിച്ചിട്ട് രണ്ട് ഗ്രൂപ്പ് ആക്കും. അതായത് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 50 years ഓഫ് ഏജ് ഉള്ളത്, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50 years ഓഫ് ഏജ് ഉള്ളത്. സോ എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും സെപ്പറേറ്റ്ലി നോക്കും. അതായത് ലെസ് ദാൻ 50 years ആളുകളിൽ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ വന്നു, നോൺ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ വന്നു, അതുപോലെ തന്നെ മോർ ദാൻ 50 years ഓഫ് ഏജിൽ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ വന്നു, നോൺ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് ലങ് ക്യാൻസർ വന്നു. അപ്പം ഏജിന്റെ ഓരോ സ്ട്രാറ്റവും നമ്മൾ സ്മോക്കിംഗ് ലങ് ക്യാൻസറിന് എത്രത്തോളം അസോസിയേറ്റഡ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മൾട്ടിവേരിയബിൾ മോഡലിംഗ്. ഇവിടെ ഏജ് മാത്രമല്ല എടുക്കുന്നത്. നമ്മളിപ്പം മൾട്ടിവേരിയബിൾസ് ആയിട്ടുള്ള ഇപ്പോൾ ലങ് ക്യാൻസർ ആണെങ്കിൽ സ്മോക്കിംഗ്, ഏജ്, സെക്സ്, നേരത്തെ പറഞ്ഞ പോലെ ഓക്കുപേഷൻ എക്സ്പോഷർ ഒക്കെ കാരണമാവാം. സോ ഇതിന്റെ എല്ലാം എഫക്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം സ്മോക്കിങ്ങിന് ലങ് ക്യാൻസറുമായിട്ട് ഇൻഡിപെൻഡന്റ് അസോസിയേഷൻ ഉണ്ടോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് മൾട്ടിവേരിയബിൾ മോഡലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിവേരിയേറ്റ് മോഡലിംഗ്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് രണ്ടും ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ സ്ട്രാറ്റിഫിക്കേഷനും മൾട്ടിവേരിയേറ്റ് മോഡലിംഗും. ഓക്കെ, ഇപ്പൊ കൺഫൗണ്ടിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഓപ്ഷനും ശരിയാണ്. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ, അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻക്രീസിംഗ് ദ സാമ്പിൾ സൈസ് ഓഫ് എ സ്റ്റഡി is an effective way to eliminate the effects of confounding and systematic bias. ഇതിൽ സാമ്പിൾ സൈസ് കൂട്ടിയാൽ എന്താണ് സംഭവിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ സ്റ്റഡിയിൽ സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. ഓക്കെ, എല്ലാവർക്കും ബോർ അടിക്കുന്നുണ്ട് ഈ സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ പറഞ്ഞിട്ട്. ഞാൻ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ. ഓക്കെ, അതിൽ 100 ആളുകൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ
നമ്മൾ 100 ആളുകൾ സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ റാൻഡമൈസേഷൻ ഒന്നും ചെയ്യാണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ 100 ആൾക്കാരെ വെച്ച് ചെയ്താലും പിന്നെ നമ്മൾ അതിൽ 1000 ആൾക്കാരെ വെച്ച് ചെയ്താലും 10,000 ആൾക്കാരെ വെച്ച് ചെയ്താലും അത് നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തെങ്കിലും എറർ കുറയുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് റിസൾട്ട് എന്താകും, ശരിക്കും പ്രെഷ്യസ് ആവണം എന്നില്ല. ഓക്കെ, സോ കൺഫൗണ്ടിങ് ഒരിക്കലും അവിടെ പോവില്ല. കാരണം നേരത്തെ പറഞ്ഞ ഏജ്, 100 പേരുടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ശരിയായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ 100 ആളാക്കിയാലും 1000 ആൾക്കാരാണെങ്കിലും ഏജിന്റെ എഫക്റ്റ് അവിടെ പോവില്ല. സോ ഏജിന്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റാൻഡമൈസേഷൻ, മാച്ചിങ്, മൾട്ടിവേരിയബിൾ അനാലിസിസ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. സോ അതേപോലെ തന്നെ ഇതിൽ പറയുന്നത് ഇൻക്രീസിംഗ് ദ സാമ്പിൾ സൈസ് ഓഫ് സ്റ്റഡീസ് ആൻ എഫക്റ്റീവ് വേ ടു എലിമിനേറ്റ് ദ എഫക്ട്സ് ഓഫ് കൺഫൗണ്ടിങ് ആൻഡ് സിസ്റ്റമാറ്റിക് ബയസ്. സിസ്റ്റമാറ്റിക് ബയസ് സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ പോവോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ അത് തന്നെയാണ്. ഇപ്പൊ സ്മോക്കേഴ്സിൽ നോൺ സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ 100 ആളുകൾ സ്റ്റഡി ചെയ്താലും 1000 ആളുകൾ സ്റ്റഡി ചെയ്താലും അതേ സിസ്റ്റമാറ്റിക് എറർ ഉണ്ടാവും. ഇപ്പൊ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു വെയിങ് മെഷീൻ ഓൾറെഡി 5 kg കൂടുതലായിട്ടാണ് കാണുന്നത്. അതിന്റെ ആ സിസ്റ്റത്തിൽ തന്നെ എററാണ്. അപ്പൊ നമ്മളിപ്പോ 100 പേരുടെ വെയിറ്റ് നോക്കി കഴിഞ്ഞാലും ആ ഒരു 5 kg എററായി എപ്പോഴും കാണിക്കും. അതിപ്പോ 1000 പേരെ നമ്മൾ വെയിറ്റ് നോക്കി കഴിഞ്ഞാലും ആ 5 kgന്റെ എറർ കാണിക്കും. അത് ഓൾറെഡി സിസ്റ്റമാറ്റിക് എററാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ റാൻഡമൈസേഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ബയസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പം ഇൻക്രീസിംഗ് ദ സാമ്പിൾ സൈസ് മീൻസ് ഡിക്രീസിംഗ് ദ റാൻഡം എറർ. റാൻഡം ആയിട്ട് വരുന്ന എറർ കുറക്കാനേ സഹായിക്കുള്ളൂ. സിസ്റ്റമാറ്റിക് ബയസും കൺഫൗണ്ടിങ്ങിനൊന്നും പ്രത്യേകിച്ച് അവിടെ റോളില്ല. ഓക്കെ, സോ ദ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്റ്റ്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും കൂടെ കേട്ട് നോക്കുക. വേണമെങ്കിൽ ഒരു ബുക്കിൽ ജസ്റ്റ് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെ എഴുതിയിട്ട് നിങ്ങളത് ഒന്നും കൂടെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ കമ്മിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ regarding the transmission and control of typhoid fever, which of the following statement is incorrect? ഓക്കെ, ഈ കറക്റ്റ് ഇൻകറക്റ്റ് അതൊക്കെ നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോക്കി പോകണം. അല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകും. നമ്മൾ പെട്ടെന്ന് എക്സാമിന്റെ ടെൻഷനിൽ കറക്റ്റ് ഇൻകറക്റ്റ് എന്നൊക്കെ ഇരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മളിപ്പം ഇതിലിപ്പോ കറക്റ്റ് എന്നായിരിക്കും വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ ഓക്കെ ഇത് ശരിയാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ ആൻസർ ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ചെയ്ത ആൻസർ പിന്നെ നോക്കാൻ സാധ്യത കുറവാണ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യുക. ഓക്കെ, സോ ആൻഡ് ഓപ്ഷൻ എ, ദ ക്രോണിക് കാരിയർ സ്റ്റേറ്റ് ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽസ് ദാൻ ഇൻ മെയിൽസ്, ഓഫൻ അസോസിയേറ്റഡ് വിത്ത് അണ്ടർലൈങ് gallbladder disease or gallstones. Then option B, the VI antigen is a surface polysaccharide that is used in the formulation of modern injectable typhoid vaccine. ഞാൻ നേരത്തെ 5 vaccines പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് VI antigen എന്താണെന്നുള്ളത്. ഓക്കെ, then C, the Vidal test remains the gold standard for diagnosis in the first week of the fever due to his high sensitivity and specificity. Option D, secondary attack rates of typhoid in households are relatively low compared to the respiratory diseases like measles. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. Option C. C. ഓപ്ഷൻ സി. ഓക്കെ, വേറെ ഓപ്ഷൻസ് ഒന്നും ആർക്കും പറയാനില്ലല്ലോ? സോ നമുക്ക് എന്താണ് കാരിയർ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. കാരിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോ കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ആനിമൽ ദാറ്റ് ഹാർബേഴ്സ് ആൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ക്ലിനിക്കൽ ഡിസീസ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഓക്കെ, നമ്മളിപ്പം അസുഖമൊന്നും ഇല്ലെങ്കിലും അവര് ആ ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റിനെ എപ്പോഴും ഹാർബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരിയർ എന്ന് പറഞ്ഞത്. അപ്പം അക്കോർഡിംഗ് ടു ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമ്മൾ കാരിയേഴ്സിനെ രണ്ടായിട്ടാണ് പറയുന്നത്, അക്യൂട്ട് കാരിയറും ക്രോണിക് കാരിയറും. ഓക്കെ, അക്യൂട്ട് കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി കാരിയർ എന്നൊക്കെ പറയും. ആക്ച്വലി അക്യൂട്ട് കാരിയർ സ്റ്റേറ്റുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കാരിയേഴ്സ് ആണെങ്കിൽ അവര് 6 to 8 വീക്സ് നമ്മുടെ എക്സ്ക്രീറ്റ് ചെയ്യും, ബാസിലിനെ എക്സ്ക്രീറ്റ് ചെയ്യും. അതായത് സാൽമോണല്ല ബാസിലിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്രോണിക് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സെവറൽ ഇയേഴ്സ് ആണ് അവർ ഈ ബാസിലിനെ എക്സ്ക്രീറ്റ് ചെയ്യുക. അവരുടെ സ്റ്റൂളിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത് സെവറൽ ഇയേഴ്സ്, അതായത് ചിലപ്പോൾ അത് 50 വർഷം വരെയൊക്കെ അവർ എക്സ്ക്രീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അത് മേ ബി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർമീഡിയന്റ് ആയിട്ടും അവർ എക്സ്ക്രീറ്റ് ചെയ്യാം.
സോ ക്രോണിക് കാരിയർ എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു കാരിയർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നതാണ് ടൈഫോയിഡ് മേരിയുടെ കാര്യം അല്ലെ. ടൈഫോയിഡ് മേരി എല്ലാവരും ചെറുപ്പം തൊട്ടേ നമ്മൾ ക്യൂസ് കോമ്പറ്റീഷനിലൊക്കെ അറിയുന്നതാണ് ടൈഫോയിഡ് മേരി. അവരുടെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അവർ ആക്ച്വലി മോർ ദാൻ 1300 കേസസ് ആണ് അവരുടെ ലൈഫ് ടൈമിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ടൈഫോയിഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവരത് കാരിയർ ആയെന്നുള്ളത് അവർക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈഫോയിഡ് മേരിയുടെ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ ആക്ച്വലി ഇപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്താ, ദ ക്രോണിക് കാരിയർ സ്റ്റേറ്റ് ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽസ് ദാൻ ഇൻ മെയിൽസ്, ഓഫൻ അസോസിയേറ്റഡ് വിത്ത് അണ്ടർലൈൻ ഗാൾ ബ്ലാഡർ ഡിസീസ് ഓർ ഗാൾ സ്റ്റോൺസ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, കാരണം ഈ സാൽമോണല്ല ടൈഫിയുടെ ഒരു മെയിൻ ഏരിയ ഓഫ് എന്താ ബെസ്റ്റ് എൻവയോൺമെന്റ് ഫോർ സർവൈവൽ എന്ന് പറയുന്നത് നമ്മുടെ ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ ഗാൾ സ്റ്റോൺ ഒക്കെയാണ്. അപ്പം ഈ ടൈഫോയിഡ് മേരിയുടെ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ അവരുടെ ഈ അവർക്ക് ഗോൾ സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഓൾസോ സാൽമോണലിന്റെ ഒരു എന്താ പറയാ സാൽമോണലിനെയും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആക്ച്വലി പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സിയിൽ അങ്ങനെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് അവര് ഇത്രയും പേഷ്യൻസിന് അവർ കൊടുത്തു എന്നുള്ളത് തന്നെ. പിന്നെ അതിന്റെ ശേഷമാണ് അവര് ഇങ്ങനത്തെ സ്റ്റഡികളൊക്കെ ചെയ്തത്. അവര് കുറെ കാലം അത് ആരും അറിഞ്ഞിരുന്നില്ല. ഓക്കെ, സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അക്യൂട്ട് ആൻഡ് ക്രോണിക് ടൈപ്പ് അനുസരിച്ചിട്ട് ഇൻക്യുബേറ്ററി കാരിയർ ഉണ്ട്, കൺവാലസെന്റ് കാരിയർ ഉണ്ട്, ഹെൽത്തി കാരിയർ ഉണ്ട്. ഇൻക്യുബേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവര് കാരിയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് എ, മീസിൽസ്, അതിലൊക്കെ ഇൻക്യുബേറ്ററി കാരിയർ സ്റ്റേറ്റ് ആണുള്ളത്. ദെൻ കൺവാലസെന്റ് കാരിയർ എന്ന് പറയുമ്പോൾ റിക്കവറി പീരീഡിലും അവർ കാരിയർ ആയിരിക്കും. ഹെൽത്തി കാരിയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ലിനിക്കലി ഡിസീസ് അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ക്ലിനിക്കലി അവർ ഡിസീസ് പ്രകടമാക്കണം എന്നില്ല, പക്ഷെ അവർ കാരിയർ ആയിരിക്കും. അതിനെയാണ് ഹെൽത്തി കാരിയർ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഓൾ ടൈപ്പ് ഓഫ് കാരിയേഴ്സ് ആർ സീൻ ഇൻ ടൈഫോയിഡ്. ടൈഫോയിഡിൽ മാത്രമേ ഈ ടൈപ്പ് എല്ലാ കാരിയറും കാണാൻ പറ്റുള്ളൂ. അതും ഒരു MCQ പോയിന്റ് ആണ്, ഓർത്ത് വെക്കുക. ദെൻ ക്രോണിക് കാരിയർ ഓഫ് ടൈഫോയിഡ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ സ്റ്റൂൾ കൾച്ചർ. ഓക്കെ, സ്റ്റൂൾ കൾച്ചറിലാണ് ക്രോണിക് കാരിയർ ഓഫ് ടൈഫോയിഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സോ നേരത്തെ ഇതിലിപ്പം VI ആന്റിജനെ കുറിച്ചിട്ട് പറഞ്ഞു, അത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ്സ് എ സർഫസ് പോളിസാക്കറൈഡ് is used in the formulation of modern injectable typhoid vaccines. Okay, so ഈ വാക്സിൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ഫോർ ഇൻഡിവിജ്വൽസ് മോർ ദാൻ or equal to 2 years. 1 ഡോസ് എന്ന് പറഞ്ഞാൽ 7 days പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുക. ടു മെയിൻറ്റെയിൻ റീവാക്സിനേഷൻ ഈസ് ഡൺ എവറി 3 years ആണ് പറയുന്നത് കേട്ടോ. വാക്സിൻ ഷെഡ്യൂൾ അങ്ങനെയാണ് ഈ ടൈഫോയിഡ് VI പോളിസാക്കറൈഡ് വാക്സിൻ്റെ. സോ ഇതിൽ വേറൊരു കാര്യം കൂടെ, ഇപ്പം മൂന്നാമത്തെ ഓപ്ഷന് ദ വൈഡാൽ ടെസ്റ്റ് റിമൈൻസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡയഗ്നോസിസ് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ദ ടൈഫോയിഡ് ഡ്യൂ ടു ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. ആ ഓപ്ഷൻ റോങ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം വൈഡാൽ ടെസ്റ്റ് ഒരിക്കലും ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത് ഫസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഏറ്റവും മോർ സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ടൈഫോയിഡ് ഇൻ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് എന്താണ്, അറിയുന്നവരുണ്ടോ? ബ്ലഡ് കൾച്ചർ ആണ്. ഓക്കെ, ബ്ലഡ് കൾച്ചർ ആണ് ഫസ്റ്റ് വീക്കിൽ ചെയ്യുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ഇതെന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വീക്കിലാണ് ആക്ച്വലി ഈ വൈഡാൽ ടെസ്റ്റ് നമ്മൾ പോസിറ്റീവ് ആണ്, പക്ഷെ അതിലും ഫോൾസ് പോസിറ്റീവും ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഫീവർ വന്നിട്ട് ആന്റിബയോട്ടിക് തെറാപ്പി ഒക്കെ എടുത്തവരിലാണെങ്കിൽ ഏകദേശം 30% ഓഫ് കേസസിൽ ഫോൾസ് നെഗറ്റീവ് ആണ് വൈറൽ ടെസ്റ്റ് കാണിക്കുക. പിന്നെ ഈ മലേറിയ, ടൈഫസ്, അതുപോലെ തന്നെ സീറോസിസിലൊക്കെ ഫോൾസ് പോസിറ്റീവ് ആയിട്ടും ടെസ്റ്റ് കാണിക്കാറുണ്ട്. ദെൻ തേർഡ് വീക്കിലാണ് നമ്മൾ യൂഷ്വലി ബ്ലഡ് കൾച്ചറും ബോൺ മാരോ കൾച്ചറും ചെയ്യാറുള്ളത്. അതിൽ മെയിൻലി നമ്മൾ സ്റ്റൂൾ കൾച്ചറും ബോൺ മാരോ കൾച്ചറും പറയുന്നത് മെയിൻലി നമ്മൾ സ്റ്റൂൾ കൾച്ചറാണ് ചെയ്യാറുള്ളത്. ദെൻ യൂറിൻ കൾച്ചറും പറയുന്നുണ്ട് ഇൻ ദ ഫോർത്ത് വീക്ക്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് ബ്ലഡ് കൾച്ചർ ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ഫസ്റ്റ് വീക്ക്. സെക്കൻഡ് വീക്കിലാണ് വൈഡാൽ ടെസ്റ്റ്. അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ല, കാരണം അതിൽ വെരി മോഡറേറ്റ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റിയേ ഉള്ളൂ. ദെൻ എന്താ പറയുക, സ്റ്റൂൾ കൾച്ചർ ആണ് തേർഡ് വീക്കിൽ വരുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഫോർത്ത് ഓപ്ഷൻ, സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഓഫ് ടൈഫോയിഡ് ഇൻ households are relatively low compared to respiratory diseases like മീസിൽസ്. അത് ആക്ച്വലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം മീസിൽസ് എന്ന് പറയുന്നത് ഒരു എന്താണ്, മീസിൽസ് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത് പറയൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കേൾക്കുന്നുണ്ടോന്ന് അറിയട്ടെ.
മീസിൽസിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? കേൾക്കുന്നുണ്ടോ? ഡ്രോപ്ലെറ്റ് അല്ലേ? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. സോ നമുക്കറിയാം മീസിൽസിൽ കുറച്ചും കൂടി ഹൈ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ആണ് ദാൻ ടൈഫോയിഡ്. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. അപ്പൊ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്താണെന്ന് ഡൗട്ട് ഉള്ളവരുണ്ടോ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ പറയാം. മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. സീരിയൽ ഇന്റർവെൽ ആണ് സെക്കൻഡറി അറ്റാക്ക് റേറ്റ്. ഇതില് മീഡിയൻ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈം റിക്വയർഡ് ഫോർ 50% ഓഫ് കേസസ് ടു occur following an exposure. Okay, 50% ഓഫ് കേസസ് occur following an exposure. സോ ഒരു എക്സ്പോഷർ ഉണ്ടായതിനു ശേഷം 50% കേസസിൽ ഡിസീസ് ഓൺസെറ്റ് ഉണ്ടാകാൻ എടുക്കുന്ന ടൈം പീരീഡിനെയാണ് നമ്മൾ മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 100 പേർക്ക് ഒരേ ദിവസം ഇൻഫെക്ഷൻ എക്സ്പോസ്ഡ് ആയി, അവരിൽ 50 പേർക്ക് ഡിസീസ് സിംറ്റംസ് വന്നത് 5th ഡേ ആണെങ്കിൽ അതിന്റെ മീഡിയൻ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 days ആണ്. മനസ്സിലായല്ലോ? അപ്പം എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഇനി രണ്ടാമത്തെ സീരിയൽ ഇന്റർവെൽ. സീരിയൽ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം ബിറ്റ്വീൻ ഓൺസെറ്റ് ഓഫ് പ്രൈമറി കേസ് ആൻഡ് സെക്കൻഡറി കേസ്. ഓക്കെ, ഈ പ്രൈമറി കേസും സെക്കൻഡറി കേസും ഉണ്ടാകുന്നതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ സീരിയൽ ഇന്റർവെൽ എന്ന് പറയുന്നത്. സോ ഇത് ഒരു പേഷ്യന്റിന്റെ ഡിസീസ് ഓൺസെറ്റ് മുതൽ ആ പേഷ്യന്റിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടിയ മറ്റൊരു പേഷ്യന്റിന്റെ ഡിസീസ് ഓൺസെറ്റ് വരെയുള്ള സമയം, ആ ഒരു പീരീഡ് ആണ് സീരിയൽ ഇന്റർവെൽ. അതായത് പ്രൈമറി കേസ് മുതൽ സെക്കൻഡറി കേസ് വരെ. സോ അപ്പോൾ ഒരു പ്രൈമറി കേസ്, അതായത് ഒരു എന്ന് വിചാരിക്കാം, അതിന് പ്രൈമറി കേസ് വരുന്നത് സിംറ്റംസ് തുടങ്ങിയത് ഡേ 1-ലാണ്. ഓക്കെ, അപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ഇൻഫെക്ഷൻ പകർന്നു. സോ ഈ ബി എന്ന് പറയുന്നതാണ് സെക്കൻഡറി കേസ്. സോ ഈ ബിയിൽ സിംറ്റംസ് തുടങ്ങിയത് ഡേ 6-ലാണ്. അപ്പോൾ എക്ക് സിംറ്റംസ് തുടങ്ങിയത് ഡേ 1-ലാണ്, ബിക്ക് സിംറ്റംസ് തുടങ്ങിയത് ഡേ 6-ലാണ്. അപ്പൊ അതിന്റെ സീരിയൽ ഇന്റർവെൽ എന്ന് പറയുന്നത് 6 - 1 5 days ആണ്. മനസ്സിലായല്ലോ? സോ ഓൺസെറ്റ് ഓഫ് പ്രൈമറി കേസ് ടു ഓൺസെറ്റ് ഓഫ് സെക്കൻഡറി കേസ്, അതാണ് സീരിയൽ ഇന്റർവെൽ. ഓക്കെ, ദെൻ സെക്കൻഡറി അറ്റാക്ക് റേറ്റ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് എക്സ്പോസ്ഡ് പേഴ്സൺസ് ഡെവലപ്പിംഗ് ദ ഡിസീസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് ഫോളോവിംഗ് എക്സ്പോഷർ ഓഫ് ദി പ്രൈമറി കേസ്. അപ്പൊ നേരത്തെ പറഞ്ഞ സീരിയൽ ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻക്യുബേഷൻ പീരീഡ് അല്ല. കാരണം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ വന്നതിന് ശേഷം അയാൾക്ക് തന്നെ, അപ്പൊ പ്രൈമറി കേസിന് തന്നെ ഡിസീസ് വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് എക്സ്പോസ്ഡ് പേഴ്സൺസ് ഡെവലപ്പിംഗ് ദ ഡിസീസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് ഇൻക്യുബേഷൻ പീരീഡ് ഫോളോവിംഗ് എക്സ്പോഷർ ടു ദി പ്രൈമറി കേസ്, അതിനെയാണ് നമ്മൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു പെർസെൻറ്റേജ് ആണ്. ആക്ച്വലി ഒരു പ്രൈമറി കേസിനോട് എക്സ്പോസ്ഡ് ആയ ഒരു സസെപ്റ്റബിൾ പേഴ്സണിൽ ഇൻക്യുബേഷൻ പീരീഡിനുള്ളിൽ തന്നെ എത്ര പേർക്ക് ഡിസീസ് ഡെവലപ്പ് ചെയ്തു എന്നാണ് ഇത് കാണിക്കുന്നത്. സോ അതിനൊരു ഫോർമുല ഉണ്ട്, നമ്പർ ഓഫ് സെക്കൻഡറി കേസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് പേഴ്സൺസ് ഇൻറ്റു 100. നമ്പർ ഓഫ് സെക്കൻഡറി കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് പേഴ്സൺസ് ഇൻറ്റു 100. അതിനെയാണ് നമ്മൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് മീസിൽസ് വന്നു, അപ്പം അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള 9 സസെപ്റ്റബിൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. സോ അതിൽ 3 പേർക്ക് ഡിസീസ് വന്നു. ഓക്കെ, അപ്പം ഒരാൾക്ക് മീസിൽസ് വന്നു, അതിൽ 9 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അവർ സസെപ്റ്റബിൾ ആയിരുന്നു, അതിൽ 3 പേർക്ക് ഡിസീസ് വന്നു. സോ അതിന്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെക്കൻഡറി കേസസ് 3 ആണ്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവിടെ 9 ആണ്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 100, ദാറ്റ് ഈസ് 33.3%. അപ്പൊ അതാണ് അതിന്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ്. ഇനി ആരും അത് മറന്നു പോകരുത്, ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. ഓക്കെ, സോ ഇതിന് ആൻസർ CNA ആണ്. ഞാൻ ഇനി അത് പറയുന്നില്ല. സോ കമ്മിങ് ടു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആക്ച്വലി which of the following statement is or are correct regarding the epidemiology and screening of diabetes mellitus? Okay, first statement എന്ന് പറയുന്നത് ഗ്ലൈക്കോസ്യൂറിയ അല്ലെങ്കിൽ ഷുഗർ ഇൻ യൂറിൻ ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് സ്ക്രീനിങ് ടൂൾ ഫോർ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡയബറ്റിസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഒബീസിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഫോർ ടൈപ്പ് 2 ഡയബറ്റിസ് often linked with insulin resistance. Statement 3, secondary prevention of diabetes involves population strategy through the promotion of healthy physical activity and dietary habits.
Statement 4, a high risk strategy for diabetes screening target individuals with a family history, obesity or a history of gestation and diabetes. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓൺലി ഓപ്ഷൻ എ ഓൺലി 1, 2 and 3, ഓപ്ഷൻ ബി ഓൺലി 1, 2 and 4, ഓപ്ഷൻ സി ഓൺലി 1 and 2, ഓപ്ഷൻ ഡി ഓൺലി 2 and 4. ഇതിന്റെ ആൻസർ അറിയുന്നവർ പറയൂ. Option D. D. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി, പിന്നെ ഇതില് ഏതാണ് കറക്റ്റ് എന്നാട്ടോ ചോദിച്ചത്? D. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളതൊക്കെ അതൊക്കെ പറയാം. ഈ ഒരു WHO റെക്കമെൻഡേഷൻ ഫോർ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഫോർ ഡയബറ്റിസ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ PMൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് അത് പഠിക്കും, അതിന്റെ റേഞ്ച് ഒക്കെ പഠിക്കും. ഇത് പക്ഷേ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ഫാസ്റ്റിംഗ് വീനസ് ഓർ കാപ്പിലറി പ്ലാസ്മ ഗ്ലൂക്കോസ്, നമ്മൾ വീനസും കാപ്പിലറി ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഗ്ലൂക്കോമീറ്ററിൽ നോക്കുമ്പോൾ നമ്മൾ കാപ്പിലറി ബ്ലഡ് ആണ് എടുക്കുന്നത്. സോ അതിൽ ഫാസ്റ്റിംഗ് വീനസ് ഓർ കാപ്പിലറി പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോർ ദാൻ 7 millimole, മോർ ദാൻ ഓർ ഈക്വൽ ടു 7 millimole per liter. കട്ട് ഓഫ് വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 126 mg/dL. 2 hour പോസ്റ്റ് ലോഡ് വീനസ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 11.1 millimole per liter, അറൌണ്ട് 200 mg/dL. 2 hour പോസ്റ്റ് ലോഡ് കാപ്പിലറി പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മോർ ദാൻ 12.2 millimole per liter. നമുക്കറിയാം കാപ്പിലറി ബ്ലഡ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഹൈ ആയിരിക്കും വാല്യൂ. 220 mg/dL ആണ് അതിന്റെ വാല്യൂ കട്ട് ഓഫ് വാല്യൂ പറയുന്നത്. ദെൻ RBS റാൻഡം പ്ലാസ്മ ഗ്ലൂക്കോസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 11.1 millimole per liter, അത് 200 PPBSന്റെ സെയിം ആയിട്ട് വീനസ് വാല്യൂ തന്നെയാണ്. ദെൻ HbA1c നമുക്കറിയാം 3 മാസം ആവറേജ് നോക്കുന്നത് 6.5%, 48 millimole per mole ആണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇതിന്റെ ഓപ്ഷൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഗ്ലൈക്കോസൂറിയ അല്ലെങ്കിൽ ഷുഗറിനോറി, അത് ഒരു ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് സ്ക്രീനിങ് ടൂൾ ആണോ? ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് എ ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് സ്ക്രീനിങ് ടൂൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ ഈവൻ മൈൽഡ് ഡിസീസ്. ഓക്കെ, അപ്പൊ ഡയബറ്റീസിന്റെ മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ കൂടി ചിലപ്പോൾ അത് ഗ്ലൈക്കോസൂറിയ ഏകദേശം 10 to 50% സെൻസിറ്റിവിറ്റി മാത്രമേ ഗ്ലൈക്കോസൂറിയ നോക്കുമ്പോൾ കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ഫോൾസ് നെഗറ്റീവ് ആൻഡ് ഫോൾസ് പോസിറ്റീവ് റിസൾട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി ഒക്കെ കണ്ടീഷൻസിലൊക്കെ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാറുണ്ട്. ആൻഡ് ഓൾസോ റീനൽ ഗ്ലൈക്കോസൂറിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അങ്ങനെ കുറെ കണ്ടീഷൻസിൽ അത് ഫോൾസ് പോസിറ്റീവും നെഗറ്റീവ് റിസൾട്ട് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ സെൻസിറ്റിവിറ്റി കുറവാണ്. സോ ഏതാണ് അപ്പോൾ മോസ്റ്റ് റിലയബിൾ ആൻഡ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് ഓർ എപ്പിഡമോളജിക്കൽ പർപ്പസ് എന്ന് പറയുന്നത് ഡയബറ്റീസിന്റെ? ഏതാണ്? അറിയോ ആർക്കെങ്കിലും? HbA1c ആണ്. HbA1c അല്ല, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. ആക്ച്വലി പോസ്റ്റ് പാൻഡ്രിയൽ ബ്ലഡ് ഷുഗർ പ്ലസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അത് രണ്ടിന്റെയും കൂടെ വാല്യൂ നോക്കുന്നതാണ് ഏറ്റവും ഹൈലി സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് സ്ക്രീനിങ് ടൂൾ ഫോർ എപ്പിഡമിയോളജിക്കൽ പർപ്പസ്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലെ ഡയബറ്റീസ് ഡിറ്റക്ഷന് ഏറ്റവും നല്ല സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് PPBS-ഉം FBS-ഉം കൂടെ കമ്പൈൻ ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഒബിസിറ്റി ഇപ്പോൾ രണ്ടാമത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പം ആ ഒരു ഇത് തെറ്റാണെന്ന് മനസ്സിലായി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഒബിസിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഫോർ ടൈപ്പ് 2 ഡയബറ്റിസ് ഓഫൻ ലിങ്ക്ഡ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. കാരണം ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഡയബറ്റിസിന് പഠിക്കാനുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി പ്രീ ഡയബറ്റിസ്, ഡിസ്ലിപ്രീമിയ, ഹൈപ്പർ ടെൻഷൻ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, സെഡൻഡറി ഹാബിറ്റ്സ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽസ്, അതെല്ലാം മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആണ് അല്ലെ? സോ എസ്പെഷ്യലി ഒബിസിറ്റി എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒബിസിറ്റി ആണ് പറയുന്നത്, അതായത് നമ്മൾ അബ്ഡോമിനൽ ഫാറ്റ് ആണ് അവിടെ കൂടുതൽ ഉണ്ടാവുക. സോ ഇറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓഫൻ ലിങ്ക്ഡ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പം ഈ ഒബിസിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതറിയോ നിങ്ങൾക്ക്? അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയൂ. അവിടുന്നൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ.
മെയിൻലി PM റിലേറ്റഡ് ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത്. കുഷിംഗ് സിൻഡ്രോം ആണ്. Metabolic മെറ്റബോളിക് സിൻഡ്രം അല്ലെങ്കിൽ സിൻഡ്രം എക്സ്, റൈറ്റ്? ഓക്കെ, സോ ഇൻസുലിൻ റെസിസ്റ്റന്റ് സിൻഡ്രം അല്ലെങ്കിൽ സിൻഡ്രം എക്സ് ഓർ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി വിസറൽ ഫാറ്റ്, നമ്മൾ അബ്ഡോമിനൽ ഫാറ്റ് ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒബീസ് ആയിട്ട് കാണുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് അവിടെ ഇൻസുലിൻ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. സെൽ റെസ്പോണ്ട് പുവർലി ടു ഇൻസുലിൻ. സോ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാകും. അപ്പൊ പാങ്ക്രിയാസ് കൂടുതൽ ഇൻസുലിൻ വീണ്ടും സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെറ്റബോളിക് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ട്രൈഗ്ലിസറിഡീമിയ, പിന്നെ HDL കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അങ്ങനത്തെ 3 or more ആണ് ഇതിന്റെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രത്തിന്റെ അല്ലെങ്കിൽ സിൻഡ്രം എക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. ഈ ഡയബറ്റിസും ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ടെൻഷനും ഡിസ്ലിപ്പിഡീമിയ ഒക്കെ കൂടെ വരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രം അല്ലെങ്കിൽ സിൻഡ്രം എക്സ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം. ഓക്കെ, ഞാനത് ഈ ഓപ്ഷനിൽ കണ്ടപ്പോൾ ഒന്ന് അതാണ് ഈ ആക്ച്വലി ഇതിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് ഡയബറ്റിസ് ഇൻവോൾവ്സ് പോപ്പുലേഷൻ സ്ട്രാറ്റജി ത്രൂ ദ പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഡയറ്ററി ഹാബിറ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം. ഞാൻ പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്താണ്, ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്താണ്, അത് ഏത് പ്രിവെൻഷന്റെ അണ്ടറിലാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണ്. ആക്ച്വലി സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണോ വരുന്നത്? സെക്കൻഡറി പ്രിവെൻഷന്റെ അണ്ടറിലാണോ വരുന്നത്? ഇറ്റ് കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ. ഓക്കെ, ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജിയും ഹെൽത്ത് ഹൈ റിസ്ക് സ്ട്രാറ്റജിയും ഒക്കെ വരുന്നത് പ്രൈമറി പ്രിവെൻഷന്റെ അണ്ടറിലാണ്. ഓക്കെ, സോ ഇതിന്റെ ഓപ്ഷൻ അപ്പൊ തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ഡയബറ്റിസ് ഇൻവോൾവ്സ് പോപ്പുലേഷൻ സ്ട്രാറ്റജി ത്രൂ പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ഡയറ്ററി ഹാബിറ്റ്സ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു. ഇവിടെ സെക്കൻഡറി പ്രിവെൻഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then fourth statement, a high risk strategy for diabetes screening target individuals with a family history, obesity or history of gestational diabetes. ഇതിൽ പറയുന്ന ഹൈ റിസ്ക് സ്ട്രാറ്റജി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ പറയുന്നത് അതന്നെയാണ്. ഇത് ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള ഡയബറ്റിസ് ഉള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ലെവൽ, ആക്ച്വലി ഫാമിലി ഹിസ്റ്ററിയും ഡയബറ്റീസുമായിട്ടുള്ള കോറിലേഷൻ നമ്മൾ എപ്പോഴും പറയെങ്കിലും ഇതുവരെയും അതിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് ഒന്നും ഇല്ല എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഓക്കെ, പക്ഷെ എന്നാൽ കൂടെ നമ്മൾ ഈ ഹൈ റിസ്ക് സ്ട്രാറ്റജിയിൽ പറയുന്നത് ഇങ്ങനത്തെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ, അതായത് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അതുപോലത്തെ കണ്ടീഷൻസ് ഒക്കെ കോറിലേറ്റ് ആയിട്ട് വരാലോ. സോ അങ്ങനെയുള്ളവരിൽ നമ്മൾ അവരെ സ്ക്രീനിങ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് എന്താ പറയാ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, മാസ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഈ ഹാംഫുൾ ലൈഫ് സ്റ്റൈൽസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് നമ്മൾ ഹൈ റിസ്ക് സ്ട്രാറ്റജി പറയുന്നത്. സോ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഡയറ്ററി ഹാബിറ്റ്സ് പ്രൈമോറിയൽ പ്രിവെൻഷനിലാണ് ആക്ച്വലി വരുന്നത്. പക്ഷേ ഈ പോപ്പുലേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ പ്രൈമോറിയൽ പ്രിവെൻഷന്റെ കാര്യങ്ങൾ തന്നെയാണ്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, അത് മാറിപ്പോകരുത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൺലി 2 and 4 ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 and 4. Okay. Then coming to the 6th question. Regarding the assessment of growth and malnutrition in children, which of the following statement is correct? Okay. First statement, weight for age is the best indicator for stunting and reflects long-term chronic malnutrition. Statement 2, weight for height, waist is a sensitive indicator for acute malnutrition or recent weight loss. Statement 3, mid upper arm circumference less than 11.5 centimeter is used to identify severe acute malnutrition in children aged 6 to 59 months. Statement 4, the main symptom of marasmus are wasting, liver enlargement, hypoalbuminemia, edema and steatosis. ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങളൊന്നും കൂടെ വായിച്ചു നോക്കുക. എൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് A, 1 and 3. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചത് കേട്ടോ. A, 1 and 3, ഓപ്ഷൻ B only 2 and 4, ഓപ്ഷൻ C only 1 and 2, ഓപ്ഷൻ D only 2 and 3.
ആൻസർ അറിയുന്നവർ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ, ആർക്കെങ്കിലും വേറെ എനി ഓപ്ഷൻസ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ പറയേണ്ടത്. എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ക്വസ്റ്റ്യൻ ഒക്കെ ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾ പിന്നെയും വായിച്ചു നോക്കിയാലേ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നമുക്ക് ആ ഒരു ആൻസറിലോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഈ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷന് വേണ്ടിയിട്ട് WHO ഒരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്രൈറ്റീരിയ എല്ലാവരും നോക്കി വെക്കുക. അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മിഡ് അപ്പർ ആം സർക്കംഫറൻസ് ലെസ് ദാൻ 11.5 centimeter is used to identify severe acute malnutrition in children aged 6 to 59 months. ഇത് ആക്ച്വലി ഈ ഒരു ക്രൈറ്റീരിയയിൽ ഉള്ളതാണ്. ഓക്കെ, ഈ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസന്റ് ആയാൽ മതി. അത് നമ്മൾ നോക്കുന്നത് ചിൽഡ്രൻ ഓഫ് 6 to 59 months ഉള്ള ചിൽഡ്രനിലാണ് നോക്കുന്നത്. WHO ക്രൈറ്റീരിയ ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ഹൈറ്റ്. വെയിറ്റ് ഫോർ ഹൈറ്റ് ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അത് ലെസ് ദാൻ -3 ST. ST എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതിന് പറയുന്നതാണ് Z സ്കോർ. അപ്പൊ Z സ്കോർ ലെസ് ദാൻ -3 ST. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതാണ് ഒരു ക്രൈറ്റീരിയ. രണ്ടാമത്തതാണ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ്. അപ്പം ഒരു കുട്ടിയുടെ മിഡ് അപ്പർ ആം സർക്കംഫറൻസ് നോക്കുന്ന സമയത്ത് ലെസ് ദാൻ 11.5 centimeter ആവാം. അങ്ങനെയാണെങ്കിൽ അത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. മൂന്നാമത്തത് ബൈലാറ്ററൽ പിറ്റിംഗ് എഡിമ. അത് മൂന്നും അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രസന്റ് ആയാൽ തന്നെ നമുക്ക് SAM അല്ലെങ്കിൽ സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഡയഗ്നോസ് ചെയ്യാമെന്നാണ് WHO പറയുന്നത്. സോ ഈ നോർമൽ Z സ്കോർ എന്ന് പറയുന്നത് -2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD2 +2 SD ആണ്. അപ്പം അത് ലെസ് ദാൻ -3 SD ആകുമ്പോഴാണ് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ നമുക്ക് ഈ ഓപ്ഷനിൽ വെയിറ്റ് ഫോർ ഏജ് ഇസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഫോർ സ്റ്റണ്ടിങ് ആൻഡ് റിഫ്ലെക്സ് ലോങ് ടേം ക്രോണിക് മാൽന്യൂട്രീഷൻ. ആക്ച്വലി ഈ വെയിറ്റ് ഫോർ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റണ്ടിങ് ആണോ? സ്റ്റണ്ടിങ് എന്ന് പറയുന്നത് ഫെയിലർ ടു അച്ചീവ് ദ എക്സ്പെക്റ്റഡ് ഹൈറ്റ് ഓഫ് ദ സെയിം ഏജ് ഗ്രൂപ്പ് ആസ് ഇൻ ഹെൽത്തി ചിൽഡ്രൻ. അപ്പൊ ഒരു ഹെൽത്തി ചിൽഡ്രന്റെ അതേ ഹൈറ്റ് ഉള്ള അതായത് ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കുട്ടിയുടെ അതേ ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ ഫെയിലർ ആവുന്നതാണ് സ്റ്റണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ലോ ഹൈറ്റ് ഫോർ ഏജ് ആണ് സ്റ്റണ്ടിങ്, ആക്ച്വലി വെയിറ്റ് ഫോർ ഏജ് അല്ല. ഓക്കെ, സോ ഇവിടെ ഈ അക്യൂട്ട് മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ക്രോണിക് മാൽന്യൂട്രീഷന് നമ്മൾ സ്റ്റണ്ടിങ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഇറ്റ് ഇസ് ലോ ഹൈറ്റ് ഫോർ ഏജ് ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഇറ്റ് ഇസ് റോങ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വെയിറ്റ് ഫോർ ഹൈറ്റ് വേസ്റ്റിംഗ് ഈസ് എ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഓർ റീസെന്റ് വെയിറ്റ് ലോസ്. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഫോർ ഹൈറ്റ്, ഓക്കെ, വെയിറ്റ് ഫോർ ഹൈറ്റ് തന്നെയാണ്. അത് കുറയുന്നതാണ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ഓർ റീസെന്റ് വെയിറ്റ് ലോസ്. അപ്പൊ ലോ വെയിറ്റ് ഫോർ ഹൈറ്റ് എന്ന് പറയുന്നത് അതേ ഏജിലുള്ള ഒരു കുട്ടിയുടെ വെയിറ്റ്, ആ ഒരു ഏജിലുള്ള ഹൈറ്റുള്ള കുട്ടിയുടെ വെയിറ്റ് അനുപാതികമായിട്ട് അതിനേക്കാളും നല്ലോണം കുറയുകയാണെങ്കിൽ അത് വേസ്റ്റിങ്ങിന്റെ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, വേസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ്, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ദ മെയിൻ സിംറ്റം ഓഫ് മരാസ്മസ് ആർ വേസ്റ്റിംഗ്, ലിവർ എൻലാർജ്മെന്റ്, ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ ആൻഡ് സ്റ്റേറ്റോസിസ്. ഇത് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോവരുത്. ആരോ 1 and 4 അല്ല 2 and 4 എന്ന് ഓപ്ഷൻ പറഞ്ഞു. ആക്ച്വലി അത് മരാസ്മസ് അല്ല, ക്വാഷിയോക്കർ ആണ്. മരാസ്മസും ക്വാഷിയോക്കറും തമ്മിൽ ഒരിക്കലും തെറ്റിപ്പോവരുത്. ഏറ്റവും എളുപ്പമാണ് പഠിക്കാൻ, പക്ഷെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കേട്ടോ. സോ നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്, മരാസ്മസ് ആൻഡ് ക്വാഷിയോക്കർ. ഒന്ന് ബ്രീഫ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മരാസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മസിൽ വേസ്റ്റിംഗ് ആണ് അവിടെ കാര്യമായിട്ട് ഉണ്ടാവുക. അതായത് നമ്മൾ മസിൽ വേസ്റ്റിംഗ് രണ്ടിലും ഉണ്ടാവും. മരാസ്മസിൽ അത് ഒബ്വിയസ് ആയിട്ട്, അത് ശരിക്കും അത് പ്രകടമായിട്ടുള്ള ഒരു മസിൽ വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരാസ്മസിലുള്ള കുട്ടികളിൽ ഓൾഡ് മാൻ ലുക്ക് ആയിരിക്കും. കാരണം ഈ സ്കിന്നൊക്കെ റിങ്കിൾഡ് ആയിട്ട് ലൂസ് സ്കിൻ ഫോൾസ് ഒക്കെ ഉണ്ടാവും, എസ്പെഷ്യലി ആക്സിലയിലും ബട്ടക്സിലും അതുപോലെ തന്നെ ഗ്രോയിൻസിലൊക്കെ ഒരു എന്താ പറയാ, ഒരു റിങ്കിൾഡ് അപ്പിയറൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മുഖമൊക്കെ അതുപോലെ തന്നെ ഫേസിലൊക്കെ ഒരു റിങ്കിൾഡ് അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഓൾഡ് മാൻ ലുക്ക് എന്നാണ് പറയുന്നത് മരാസ്മാറ്റിക് ചിൽഡ്രനെ. പക്ഷെ ക്വാഷിയോക്കറിൽ ഓൾറെഡി മസിൽ വേസ്റ്റിംഗിൽ ഉണ്ടെങ്കിൽ കൂടെ അവരിൽ എഡിമ ഉള്ളത് കൊണ്ട് തന്നെ അത് ഹിഡൺ ആയിരിക്കും. സോ
ക്വാഷിയോക്കറിൽ മസിൽ വേസ്റ്റിംഗ് ഹിഡൻ ബൈ എഡിമ ആൻഡ് ഫാറ്റ്. അതുകൊണ്ട് തന്നെ ഈ ക്വാഷിയോക്കറുള്ള അപ്പൊ മനസ്സിലായല്ലോ. ദെൻ മരാസ്മസിൽ ഫാറ്റ് എന്ന് വെച്ചാൽ സിവിയർ ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആയിരിക്കും. ക്വാഷിയോക്കറിൽ ഫാറ്റ് സിവിയർ വേസ്റ്റിംഗ് ഉണ്ടാവും, പക്ഷെ റീറ്റൈൻഡ് ബട്ട് നോട്ട് ഫേം. ഓക്കെ. ദെൻ എഡിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂൺ ഫേസ് ആയിരിക്കും. ലോവർ ലെഗ്സിലും ലോവർ ആമിലൊക്കെയാണ് കൂടുതലായിട്ടും എഡിമ ഉണ്ടാവുന്നത്. ദെൻ വെയിറ്റ് ഫോർ ഹൈറ്റ് മരാസ്മസിൽ വെരി ലോ ആയിരിക്കും. ക്വാഷിയോക്കറിലും ലോ ആയിരിക്കും വെയിറ്റ് ആക്ച്വലി, പക്ഷെ മാസ്ക്ഡ് ബൈ എഡിമ എന്നുള്ളൂ, വെയിറ്റ് കുറവായിരിക്കും. ദെൻ മെന്റൽ ചേഞ്ചസ് മരാസ്മസ് ഉള്ള കുട്ടികൾ ക്വൈറ്റ് ആൻഡ് അപ്പത്തറ്റിക് ആയിരിക്കും, പക്ഷെ ക്വാഷിയോക്കർ ഇറിറ്റബിൾ, മോർണിംഗ് അപ്പത്തറ്റിക് ആയിരിക്കും. ദെൻ കുറവായിരിക്കും, കുട്ടി ഭയങ്കര റിങ്കിൾഡ് ഔട്ട് ലുക്കിംഗ് ആയിരിക്കും, പക്ഷെ അപ്പറ്റൈറ്റ് ആക്ച്വലി ഗുഡ് ആയിരിക്കും. ക്വാഷിയോക്കറിൽ പക്ഷെ പുവർ അപ്പറ്റൈറ്റ് ആയിരിക്കും. ദെൻ ഡയേറിയ മരാസ്മസിൽ ഓഫൺ ആയിട്ട് വരും, അതുപോലെ തന്നെ ക്വാഷിയോക്കറിലും ഓഫൺ ആയിട്ട് വരും. ദെൻ സ്കിൻ ചേഞ്ചസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മരാസ്മസിൽ ആക്ച്വലി ഈ ലൂസ് റിങ്കിൾഡ് അപ്പിയറൻസും സ്കിൻ ഫോൾസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ക്വാഷിയോക്കറിൽ മെയിൻലി കുറച്ച് പേരെടുത്ത് പറയുന്ന സ്കിൻ ചേഞ്ചസ് ആണുള്ളത്. ഡിഫ്യൂസ് പിഗ്മെന്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിന് പറയുന്നതാണ് ഫ്ലേക്കി പെയിന്റ് ഡെർമറ്റോസിസ്. ഫ്ലേക്കി പെയിന്റ് ഡെർമറ്റോസിസ് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഫ്ലേക്കി പെയിന്റ് ഡെർമറ്റോസിസ്. പിന്നെ മൊസൈക്ക് ലൈക്ക് പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിന് ക്രേസി പേയ്മെന്റ് അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ക്രേസി പേയ്മെന്റ് അപ്പിയറൻസ്. ഓക്കെ. അപ്പൊ ആ രണ്ട് സ്കിൻ ചേഞ്ചസും നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അതൊക്കെ ഉള്ളത് ക്വാഷിയോക്കറിലാണ്. ഓക്കെ. ദെൻ ഹെയറിൽ മരാസ്മസിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ക്വാഷിയോക്കറിൽ സിൽക്കി തിൻ ലെസ്റ്ററസ് ഹെയർ ആയിരിക്കും. പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ്, ഈസിലി പുൾഡ് ഔട്ട് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അത്രയും എന്താ പറയാ സിൽക്കി തിൻ ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. ഫ്ലാഗ് സൈൻ ഉണ്ടാകും. അപ്പൊ ഫ്ലാഗ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാഗിന്റെ പോലെ ഒരു ഹൈപ്പോ ആൻഡ് ഹൈപ്പർ പിഗ്മെന്റഡ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് അതിന് ഫ്ലാഗ് സൈൻ എന്ന് പറഞ്ഞത്. പിക്ചറിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഫ്ലാഗ് സൈൻ. ഓക്കെ. സോ ഇതിനെയാണ് നമ്മൾ ഫ്ലാഗ് സൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണുന്നത് ക്വാഷിയോക്കറിലാണ് കേട്ടോ. ദെൻ മരാസ്മസിലും ക്വാഷിയോക്കറിലുള്ള മെയിൻ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഹെപ്പാറ്റിക് എൻലാർജ്മെന്റ്. സോ ഹെപ്പറ്റോമെഗാലി മരാസ്മസിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ ക്വാഷിയോക്കറിൽ ചിലപ്പോൾ മിക്കവാറും കേസസിലൊക്കെ ഹെപ്പറ്റോമെഗാലി ഉണ്ടാകും ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് ദി ഫാറ്റ്. ഓക്കെ. ദെൻ ആൽബുമിൻ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മരാസ്മസിൽ നോർമൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ് ആയിരിക്കും, പക്ഷെ ഇൻ ദ കേസ് ഓഫ് ക്വാഷിയോക്കർ മാർക്കറ്റ്ലി ഡിക്രീസ്ഡ് ആയിരിക്കും. അതായത് ലെസ് ദാൻ 3 gram per 100 ml അത്രത്തോളം, ലെസ് ദാൻ 3 gram per 100 ml ആണ് പറയുന്നത് അതിന്റെ ലെവൽ എന്ന് പറയുന്നത്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാഷിയോക്കറിൽ സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൽബുമിൻ ഡിക്രീസ്ഡ് ആയിരിക്കും, അതായത് ആൽബുമിൻ നന്നായിട്ട് കുറയും. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ഈ എഡിമ വരുന്നത്. ആക്ച്വലി ഈ ആൽബുമിൻ കുറയുമ്പോൾ എന്തായിരിക്കും, ഓങ്കോട്ടിക് പ്രഷറും കുറയും അല്ലെ. അപ്പൊ അത് എങ്ങനെയായിരിക്കും കാണുന്നത്, എഡിമയായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ക്വാഷിയോക്കറിൽ എഡിമ കാണുന്നത്. ഓക്കെ. ദെൻ മരാസ്മസിന്റെ യൂറിനറി യൂറിയ പെർ ഗ്രാം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ആയിരിക്കും. ക്വാഷിയോക്കറിൽ ലോ ആയിരിക്കും. ഹൈഡ്രോക്സി പ്രൊലൈൻ അല്ലെങ്കിൽ ക്രിയാറ്റിൻ റേഷ്യോ ഓൾസോ ലോ ആയിരിക്കും. ക്വാഷിയോക്കറിലും ലോ ആയിരിക്കും. പ്ലാസ്മ അമിനോ ആസിഡ് റേഷ്യോ ഓൾസോ ഇൻ മരാസ്മസ് ഇറ്റ് ഇസ് നോർമൽ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്വാഷിയോക്കർ എലിവേറ്റഡ് ആയിരിക്കും. ഓക്കെ. സോ അത്രയാണ് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ആൽബുമിന്റെ കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം, അത് മറന്നു പോകരുത്. പിന്നെ എഡിമ, ഈ ഒരു സ്കിന്നിലെ അപ്പിയറൻസ്, അതുപോലെ തന്നെ ഹെയർ ചേഞ്ചസ്, പിന്നെ ഈ ഓൾഡ് മാൻ ലുക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഇതാ ഒരു പിക്ചർ ജസ്റ്റ് നമുക്ക് മനസ്സിലാവും. ഓൾഡ് മാൻ ഫേസ്, അതുപോലെ തന്നെ സിവിയർ വേസ്റ്റിംഗ് ഒക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ വെച്ചത്. ഇതിൽ നമ്മൾ ആ ഒരു ഫ്ലേക്കി പെയിന്റ് ഡെർമറ്റോസിസ് ഒക്കെ സ്കിമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെപ്പറ്റോമെഗാലി, പോട്ട് ബെല്ലി ഉണ്ടാവും, പിന്നെ മൂൺ ഫേസസ് ആയിരിക്കും, പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ. ഓക്കെ. സോ ദ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓൺലി 2 and 3 ആണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഈ മരാസ്മസും ക്വാഷിയോക്കറും ഒരിക്കലും മറന്നു പോകരുത്, അതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോകരുത്. ഓക്കെ. ദെൻ കമ്മിങ് ടു ദി 7th question, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇൻട്രായൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ് ആർ കറക്റ്റ്. ആക്ച്വലി ഈ ഒരു IUCD അല്ലെങ്കിൽ IUDസിനെ കുറിച്ചിട്ട് വേറെ ഒരു പേപ്പറിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ ഏരിയയിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കണം എന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോവാം.
അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കോപ്പർ IUCDs ആക്ട് പ്രൈമറിലി by preventing implantation. Statement 2, IUCDs increase the risk of pelvic inflammatory disease, mainly in the first few weeks after insertion. Statement 3, IUCDs are contraindicated in women with multiple sexual partners. Option അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 4, കോപ്പർ IUCDs increase menstrual blood loss. ഈ 4 സ്റ്റേറ്റ്മെന്റും ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് only 1 and 2. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി only 2, 3 and 4. ഓപ്ഷൻ സി only 1, 3 and 4. ഓപ്ഷൻ ഡി only 2 and 4. അപ്പം ഇതിൽ ഏതാണ് IUCD കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ? ആൻസർ അറിയുന്നവർ പറയാം. B. 2, 3, 4. 2, 3, 4. ഓക്കെ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാം ഈ കോപ്പർ IUCDs നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഈ ഒരു IUCDs, പൊതുവെ IUDs ഈ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി കോപ്പർ IUDs ആണെങ്കിൽ ഒരു സെല്ലുലാർ റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോ എന്താ പറയാ, ഇതിലിപ്പോ നമ്മൾ പറഞ്ഞത് കോപ്പർ IUCDs ആക്ട് പ്രൈമർലി ബൈ പ്രിവെന്റിങ് ഇംപ്ലാന്റേഷൻ. ആക്ച്വലി ഇംപ്ലാന്റേഷൻ അല്ല അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ ആണ് ആക്ച്വലി കോപ്പർ IUCDs പ്രിവെന്റ് ചെയ്യുന്നത്. കാരണം ഈ കോപ്പർ IUCDs ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, altering biochemical composition of the cervical mucosa, and also it affects sperm motility, capacitation and survival. അപ്പം ഈ സ്പെർമിന്റെ മോട്ടിലിറ്റിനെയും കപ്പാസിറ്റേഷനെയും അതിന്റെ സർവൈവലിനൊക്കെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പം ഈ കോപ്പർ IUDsന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു മെയിൻലി ആ ഒരു സ്പെർമിന്റെ മോട്ടിലിറ്റിനെയും കപ്പാസിറ്റേഷനും ഒക്കെ കുറക്കാന്നുള്ളതാണ്, ബൈ ആൾട്ടറിങ് ദ ബയോകെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി സെർവിക്കൽ മുക്കോസ. ഓക്കെ, സോ അതിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കി 3 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് കോപ്പർ ബിയറിംഗ് ഡിവൈസസ്, അപ്പൊ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ IUDsനെ പറ്റി പറഞ്ഞിട്ട് അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാം. കോപ്പർ ബിയറിംഗ് ഡിവൈസസ് നമുക്ക് മെയിൻലി ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന, അതായത് ഈ ഒരു ഇതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം ഈ നോവാട്ടി എന്താണെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. ഫസ്റ്റ് ജനറേഷൻ IUD, സെക്കൻഡ് ജനറേഷൻ IUD, തേർഡ് ജനറേഷൻ IUD, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ചോദിക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ആ പേര് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് കൺഫ്യൂഷൻ ആയി പോകും. സോ ഇതിൽ ഈ കോപ്പർ IUDsന് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്നത് കോപ്പർ 7, കോപ്പർ T200 ഒക്കെ ആയിരുന്നു. ന്യൂവർ ഡിവൈസസിലാണ് നമ്മൾ വേരിയൻസ് വന്നിട്ടുള്ളത് ഡിവൈസിന്റെ. കോപ്പർ T220C, കോപ്പർ T380A or AG, നോവാട്ടി, മൾട്ടി ലോഡ് ഡിവൈസസ് ലൈക്ക് മൾട്ടി ലോഡ് കോപ്പർ 250, മൾട്ടി ലോഡ് കോപ്പർ 375. ഇതൊക്കെ ശരിക്കും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പഠിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻസിൽ ഇത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ അത് ഓർത്ത് വെക്കുക, ജസ്റ്റ് ആ പേരുകളൊന്ന് ഓർത്ത് വെക്കുക. കോപ്പർ IUDs ആണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കോപ്പർ ബിയറിംഗ് IUDs. അതിന്റെ അഡ്വാൻറ്റേജസ് പറയാം. ഈ കോപ്പർ ഡിവൈസസിന്റെ ഉള്ള അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ ലോ എക്സ്പൾഷൻ റേറ്റ്, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ദെൻ ലോവർ ഇൻസിഡൻസ് ഓഫ് സൈഡ് എഫക്ട്, പെയിന്, ബ്ലീഡിങ് ഒക്കെ ലോവർ ആയിരിക്കും ഉണ്ടാവുക. ആക്ച്വലി ഈ IUDsന്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് പറയുന്നതിൽ പെയിനും ബ്ലീഡിങ്ങും ആണ്. ആക്ച്വലി മെയിൻലി ബ്ലീഡിംഗ് ആണ്. പക്ഷേ കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ IUD അല്ലെങ്കിൽ IUDs, കോപ്പർ റിലീസിങ് IUDsന് കമ്പയർഡ് ടു ഫസ്റ്റ് ജനറേഷൻ ഈ പെയിനും ബ്ലീഡിങ്ങും ഒക്കെ കുറവാണ്. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസിയർ ടു ഫിറ്റ് ഈവൻ ഇൻ നള്ളി പാരസ് വുമൺ. ആക്ച്വലി നള്ളി പാരസ് വുമണിന് ഏറ്റവും ഈസിലി ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോപ്പർ IUDs. ഇൻക്രീസ്ഡ് കോൺട്രാസെപ്റ്റീവ് എഫക്റ്റീവ്നെസ്, effective as a post-coital contraceptives if inserted within 3rd to 5th day of unprotected intercourse. So അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. എഫക്റ്റീവ് ആസ് എ post-coital contraceptive if inserted within 3 to 5 days of unprotected intercourse. അതാണ് കോപ്പർ ബിയറിംഗ് ഡിവൈസസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദി കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് IUDs. കോൺട്രാ ഇൻഡിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ
ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കോപ്പർ IUCDs ഇൻക്രീസ് മെൻസ്ട്രൽ ബ്ലഡ് ലോസ് എന്നാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ IUDസിന്റെ മെയിൻ കോംപ്ലിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ബ്ലീഡിങ്. ഫസ്റ്റ് മേജർ കോംപ്ലിക്കേഷൻ ആണ് ബ്ലീഡിങ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ IUDs, പിന്നെ കോപ്പർ റിലീസിങ് IUDs, പിന്നെ ഹോർമോൺ റിലീസിങ് IUDs. ദെൻ പെയിൻ ആണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് IUDs എന്ന് പറയുന്നത്. ഫസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ബ്ലീഡിങ്, സെക്കൻഡ് പെയിന്, പിന്നെ പെൽവിക് ഇൻഫെക്ഷൻ, യൂട്രൈൻ പെർഫറേഷൻ, എക്ടോപിക് പ്രഗ്നൻസി, എക്സ്പൾഷൻ, പിന്നെ മോർട്ടാലിറ്റി, പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം കോൺട്രാ ഇൻഡിക്കേഷൻസ് പറയുന്ന സമയത്ത് അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസും റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസിൽ വരുന്നതാണ് സസ്പെക്റ്റഡ് പ്രഗ്നൻസി. ഓക്കെ, സസ്പെക്റ്റഡ് പ്രഗ്നൻസി, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, വൈജൈനൽ ബ്ലീഡിംഗ് ഓഫ് അൺഡയഗ്നോസ്ഡ് കോസ്, ക്യാൻസർ ഓഫ് ദ സെർവിക്സ്, യൂട്രസ് ഓർ അഡ്മിക്സ ആൻഡ് അതർ പെൽവിക് ട്യൂമേഴ്സ്, പ്രീവിയസ് എക്ടോപിക് പ്രഗ്നൻസി. അതൊക്കെയാണ് അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ഓഫ് IUDs എന്ന് പറയുന്നത്. റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നതാണ് അനീമിയ, മെനറേജിയ, ഹിസ്റ്ററി ഓഫ് PID സിൻസ് ലാസ്റ്റ് പ്രഗ്നൻസി. ഓൾറെഡി PID അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസിലുണ്ട്. ദെൻ ഹിസ്റ്ററി ഓഫ് PID സിൻസ് ലാസ്റ്റ് പ്രഗ്നൻസി, purulent cervical discharge, distortion of the uterine cavity due to congenital malformations, fibroids, unmotivated അല്ലെങ്കിൽ നോൺ കോംപ്ലിമെന്റ് പേഴ്സൺസ്. ഇതൊക്കെയാണ് റിലേറ്റീവ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. അപ്പോൾ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇതില് നമുക്ക് നേരത്തെ ഒരു തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് IUCDs ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ വുമൺ വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്. അപ്പൊ നമ്മൾ ഈ കോൺട്രാ ഇൻഡിക്കേഷൻസ് പറഞ്ഞ സമയത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സിന്റെ കാര്യം ആക്ച്വലി പറഞ്ഞില്ല, പക്ഷെ അത് കോൺട്രാ ഇൻഡിക്കേഷൻസ് തന്നെയാണ്. കാരണം ഇവിടെ PID ഒരു അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ആണ്, റൈറ്റ്? സോ ഈ ആക്ച്വലി മൾട്ടിപ്പിൾ സെക്ഷണൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകളിൽ ഇറ്റ്സ് നോട്ട് ആൻ അബ്സല്യൂട്ട് കോൺട്രാ ഇൻഡിക്കേഷൻ ടു IUCD. The concern is that increased risk of STI, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ PID ഒക്കെ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ STI ലൈക്ക് ഗൊണേറിയ, ക്ലമീഡിയ, അതൊക്കെ ഈ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകളിൽ ഉണ്ടാവും. സോ ഇഫ് an IUCD is inserted in a woman with active cervical infection, bacteria can ascend to the uterus. So it will lead to pelvic inflammatory disease, right? So it further പോസിബിൾ ട്യൂബൽ ഡാമേജ് ഉണ്ടാക്കും ആൻഡ് ഓൾസോ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കും. സോ അതാണ് അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ വുമൺ വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ആർ നോട്ട് റെക്കമെൻഡഡ് ഫോർ IUDs ബിക്കോസ് ഓഫ് ദ റിസ്ക് ഓഫ് PID ആൻഡ് പോസിബിൾ ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കൂ, എത്ര ഡീപ്പായിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി 2026 വന്ന PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ഗസ് ഒക്കെ ചെയ്താൽ ചിലപ്പം ഇന്നതാന്നൊക്കെ പറയാം, പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഡീപ്പായിട്ട് അറിയില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ പറയാന്. ദെൻ കമ്മിങ് ടു ദി എയ്ത്ത് ക്വസ്റ്റ്യൻ. Which of the following statement regarding demographic indicators are correct? Statement 1, crude birth rate does not account for age-sex composition of a population. Statement 2, total fertility rate represents the average number of children a woman would have during her reproductive life. Statement 3, infant mortality rate is a sensitive indicator of socio-economic development. Statement 4, general fertility rate is less useful than crude birth rate for comparison between population. Okay, statement എല്ലാവരും ജസ്റ്റ് കേട്ടല്ലോ. ഇനി ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷൻ A, only 1, 2 and 3. ഓപ്ഷൻ B, only 2, 3 and 4. ഓപ്ഷൻ C, only 1, 3 and 4. ഓപ്ഷൻ D, only 2 and 4. ഇതിന്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് വായിച്ചിട്ട്. Option B. ഓപ്ഷൻ B. Option D. ഓക്കെ, D. ഓപ്ഷൻ D. ഓക്കെ, നമുക്ക് എക്സ്പ്ലനേഷനിൽ പോവാം. ആക്ച്വലി നമ്മളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ടതാണ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അത് ഒരു ചാപ്റ്ററിനായിട്ട് കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഈ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് 2 ടൈപ്പാണുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സും. പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് മെഷേഴ്സ് പോപ്പുലേഷൻ സൈസ്. ഓക്കെ, രണ്ടാമത്തത് സെക്സ് റേഷ്യോ, ഡെൻസിറ്റി, ഡിപ്പെൻഡൻസ് റേഷ്യോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്.
ദെൻ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് നമ്മൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഗ്രോത്ത് റേറ്റ്, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, മോർട്ടാലിറ്റി റേറ്റ്സ്, ഫെർട്ടിലിറ്റി റേറ്റ്സ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ വൈറ്റൽ സ്റ്റാറ്റിക്സിൽ ഈ ഓരോ കാര്യം ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഫെർട്ടിലിറ്റി, അതിനൊക്കെ കുറെ കാര്യങ്ങൾ ചെറുതുകളുണ്ട്. അതായത് കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇൻഫന്റ് മോർട്ടാലിറ്റി അല്ലെ, അണ്ടർ 5 മോർട്ടാലിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ് എങ്ങനെയുണ്ട്, എല്ലാം നമ്മൾ പഠിക്കും. ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ക്രൂഡ് ബർത്ത് റേറ്റ്. Crude birth rate does not account for age-sex composition of the population. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഈ ക്രൂഡ് ബർത്ത് റേറ്റ് എന്താണെന്നറിയോ? ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ പോപ്പുലേഷൻ ഇൻ ദ സെയിം ഇയർ ഇൻറ്റു 1000. റേറ്റ് ആയതുകൊണ്ട് നമുക്ക് 1000 ആയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാം. സോ നമ്മൾ ഒരു അതായത് ഇറ്റ്സ് എ സിംപ്ലസ്റ്റ് ഇൻഡിക്കേറ്റർ. അതായത് നമ്മളിപ്പോ ഒരു പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു മിഡ് ഇയർ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ടായി അതേ വർഷത്തിൽ എന്നാണ് നമ്മൾ ക്രൂഡ് ബർത്ത് റേറ്റിനെ സൂചിപ്പിക്കുന്നത്. സോ ഇതൊരു എന്താണ് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് അല്ലെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഡിനോമിനേറ്ററിൽ മിഡ് ഇയർ പോപ്പുലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നമ്മൾക്കിപ്പം ഏജ് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സെക്സ് സ്പെസിഫിക് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കാരണം ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അതിൽ മെയിൽസ് വരാം, ഫീമെയിൽസ് വരാം, ചൈൽഡ് ബിയറിംഗ് ഏജിലുള്ളവർ വരാം, കുട്ടികൾ വരാം. അപ്പം ഒരു മിഡ് ഇയർ പോപ്പുലേഷൻ ജനറലി ആണ് ബ്രോഡ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തതാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, അപ്പം ഈ ഓപ്ഷനിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ലെസ് യൂസ്ഫുൾ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ പോപ്പുലേഷൻ. അതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് മനസ്സിലായി, ഇത് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഏജ് സെക്സ് കമ്പോസിഷൻ ഓഫ് ദ പോപ്പുലേഷൻ. അത് കറക്റ്റ് ആണ്, കാരണം അതൊരു പോപ്പുലേഷന്റെ മൊത്തത്തിലാണ് പറയുന്നത്. ഈ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് ലെസ് യൂസ്ഫുൾ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ് ഫോർ കമ്പാരിസൺ ബിറ്റ്വീൻ പോപ്പുലേഷൻ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ ഏജ്ഡ് 15 to 44 or 49 ഇൻ ദ സെയിം ഏരിയ ഇൻ സെയിം ഇയർ ഇൻറ്റു 1000 ആണ്. ഓക്കെ, അതാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. സോ അതിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ്, റൈറ്റ്? Because the denominator is restricted to the number of women in the childbearing age rather than the whole population. അപ്പൊ അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പം അത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പൊ ജനറൽ ഫെർട്ടിലിറ്റി ആണ് ബെറ്റർ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് റെപ്രസെന്റ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ a woman would have during her reproductive life. ആക്ച്വലി നമ്മുടെ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സമ്മേഷൻ ആണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അറിയണം എന്താണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ മിഡ് ഇയർ ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് സെയിം ഏജ് ഗ്രൂപ്പ്. ആക്ച്വലി ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റിന്റെ സമ്മേഷൻ ആണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഈ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഒരു 5 ഇയർ, അതായത് ഒരു 5 വർഷത്തെയും ഒരു ഏജ് ഗ്രൂപ്പിന് എടുത്തിട്ട് അതിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഒരു നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ എ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, അത് 5 ഇയേഴ്സ്, ഇപ്പം 20 to 24 അല്ലെങ്കിൽ 25 to 29, അങ്ങനെ ഒരു 5 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് നോക്കുന്നത്. അതിൽ എത്ര ലൈവ് ബർത്ത് ഉണ്ടായി ഇൻറ്റു 1000 ആണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പം അതിന് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു ആ ഒരു സമ്മേഷൻ ഓഫ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, സോ ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ വുഡ് ഹാവ് ഡ്യൂറിങ് ഹെർ റീപ്രൊഡക്റ്റീവ് ഏജ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് ആണ്. സോ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് റെപ്രസെന്റ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ എ വുമൺ വുഡ് ഹാവ് ഡ്യൂറിങ് ഹെർ റീപ്രൊഡക്റ്റീവ് ലൈഫ്. അത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ ഒന്നും നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് പഠിക്കണം എന്നില്ല. അതൊക്കെ ചോദിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, റൈറ്റ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർക്ക് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 ഇയർ ഓഫ് ഏജ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഇൻറ്റു 1000. ഓക്കെ, അതായത് നമ്മൾ ഒരു വർഷത്തെ, അതായത് ഫസ്റ്റ് ജനിച്ച ഉടനെയുള്ള ലെസ് ദാൻ 1 ഇയർ ഇൻഫന്റിന്റെ ഡെത്ത് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 ഇയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഇൻറ്റു 1000. അതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്.
സോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് health status of a community. Okay, and also level of living of people in general, effectiveness of mother and child health services, അതായത് MCH services in particular. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അറിയോ? കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് സിംഗിൾ ഏജ് കാറ്റഗറി ഓഫ് മോർട്ടാലിറ്റി. അതായത് നമ്മൾ വേറെ എവിടെയും നമ്മൾ ഒരു വർഷത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ഏജ് കാറ്റഗറിയിൽ എത്രത്തോളം മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടെന്ന് നോക്കുന്നില്ല. ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് ഓൾസോ ഡെത്ത് ഇൻ ദിസ് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു പെക്യൂലിയർ സെറ്റ് ഓഫ് ഡിസീസസ് ആണ് അല്ലെ. അഡൾട്ടിന് എക്സ്പോസർ അല്ലാത്ത പല അസുഖങ്ങളുമാണ് ഇൻഫന്റിന് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻസ്, ഇപ്പൊ ലോ ബർത്ത് വെയിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡെത്തുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഇൻഫന്റിലാണ് കൂടുതൽ. അക്യൂട്ട് ഡയറിയൽ ഡിസീസസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മെയിൻലി വരുന്നത് ഇൻഫന്റ്സിനാണ്. അതുകൊണ്ട് തന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കമ്മ്യൂണിറ്റിനെ വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കാം. സോ ഇറ്റ് ഇസ് ഓൾസോ എഫക്ട്സ് എന്താ പറയാ റാദർ ക്വിക്ലി ആൻഡ് ഡയറക്ട്ലി ബൈ ദി ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ദാൻ ജനറൽ ഡെത്ത് റേറ്റ്, റൈറ്റ്? കാരണം നമ്മൾ ഹെൽത്ത് പ്രോഗ്രാംസ് വഴിയൊക്കെ നമുക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇപ്പൊ മദറിന്റെയും കുട്ടിയുടെയൊക്കെ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് ഹെൽത്ത് പ്രോഗ്രാംസ് വഴി വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴി നമുക്ക് കുറക്കാൻ പറ്റും. സോ ഇൻ ജനറലി പറയുകയാണെങ്കിൽ IMR reflects the socio-economic development of a country. So it is the second best sensitive indicator of the socio-economic development of a country. അവിടെ നിങ്ങൾ കാണണം സെക്കൻഡ് ബെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പൊ ആന്റിനേറ്റൽ കെയർ ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ നമ്മൾ ഒരു ഫസ്റ്റ് 4 വീക്കിലെ ഡെത്ത് റേറ്റ് നമുക്ക് ഗുഡ് ഹെൽത്ത് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു കൺട്രീന്റെ മൊത്തത്തിലുള്ള സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിനെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. സോ ഇതിൽ നമ്മളിപ്പോ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറഞ്ഞത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇത്ത സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. ആക്ച്വലി സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ്, പക്ഷെ സെക്കൻഡ് ബെസ്റ്റ് ആണെന്നുള്ളൂ. പക്ഷെ അത് ഓപ്ഷൻ മീൻസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓക്കെ, സോ വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് വൺ? അതായത് സെക്കൻഡ് ബെസ്റ്റ് ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി, അപ്പം വിച്ച് ഈസ് ദ ബെസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് ദി സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയാം. ഏതാണ് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി? Per capita income ആണോ? Income. പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇങ്ങനത്തെ ആൻസറുകളൊക്കെ വരട്ടെ, എന്നാലേ നമുക്ക് അത് ഓർത്ത് വെക്കാൻ എളുപ്പമാവുള്ളൂ. So, according to UNICEF, the best sensitive indicator of the socio-economic development of the country is under 5 mortality rate ആണ്. ഓക്കെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണ്. under 5 mortality rate ആണ് ബെസ്റ്റ് ഇൻഡിക്കേറ്റർ. കാരണം ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഇൻകം. ഓക്കെ, ഇൻകം നമ്മൾ പറഞ്ഞു ആക്ച്വലി. അപ്പം ഇൻകം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആക്ച്വലി under 5 mortality rate ആണ്. ആൻഡ് ഓൾസോ ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഓക്കെ, ബേസിക് എഡ്യൂക്കേഷൻ, എല്ലാത്തിനും നമ്മൾ ഒരു എന്താ പറയുക കൺട്രിയുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോഴും നമ്മൾ under 5 മോർട്ടാലിറ്റി റേറ്റിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ച്വലി ഇൻഫന്റ് മോർട്ടാലിറ്റി ഈസ് ദ ബെസ്റ്റ് എല്ലാത്തിലും, പക്ഷെ ഈ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി നോക്കുന്ന സമയത്ത് സോഷ്യോ എക്കണോമിക് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് under 5 മോർട്ടാലിറ്റി റേറ്റ് ആണ്. സോ യുണിസെഫ് പറയുന്നത് വെച്ചാൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് വെൽബീയിങ് റാദർ ദാൻ ദ GNP, അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനെക്കാളും കൂടുതൽ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത് under 5 മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഓക്കെ, സോ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1, 2 and 3 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ അതിൽ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ് മോർ യൂസ്ഫുൾ ദാൻ ക്രൂഡ് ബർത്ത് റേറ്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആണ്. സോ കമ്മിങ് ടു ദി 9th ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് 9th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following statements regarding mean, median, and mode are correct? Statement 1, mean is affected by extreme values. Statement 2, mean is preferred over median in skewed distributions. Third statement, mode is the least useful measure of central tendency in medical statistics. Statement 4, in a symmetrical distribution, mean equal to median equal to mode. Okay.
സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കേട്ടല്ലോ. Then coming to the options, option A only 1, 2 and 3. Option B only 2, 3 and 4. Option C only 1, 3 and 4. Option D all of the above. ഇതിന്റെ ആൻസർ അറിയുന്നവർ പറയാം. Option B. Option B only 2, 3 and 4. Okay. Any other options? കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. All the above. All of the above. Okay. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ് ഒന്നും ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് അരിത്മെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് ദ മോഡ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നതാണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ തിയറി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിൽ എപ്പോഴും ചോദ്യം വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മീൻ, മീഡിയം ആൻഡ് മോഡ്, അതിൽ നിന്നൊക്കെയാണ് ഒന്ന് കാണാറുള്ളത്. ക്വസ്റ്റ്യൻസ് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷെ എന്നാലും ചോദിക്കാം. കാരണം അത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഫസ്റ്റ് പറയുന്നതൊക്കെ. സോ ഫസ്റ്റ് വൺ അരിത്മെറ്റിക് മീൻ ആണ്. ഓക്കെ, അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ എന്ന് ജനറലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വൈഡ്ലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ. അത് ഒരു സമ്മേഷൻ ആണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതാണ്. സോ ഇറ്റ് ഇസ് സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, ദെൻ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, റൈറ്റ്? അതായത് നമ്മൾ ഡാറ്റ ഒന്നെങ്കിൽ അസെൻഡിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിട്ടോ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും മിഡിൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം അത് ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതാണ് മീഡിയൻ. ഈവൻ നമ്പർ ആണെങ്കിൽ മിഡിലെ 2 വാല്യൂസും ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ മീഡിയൻ. ഓക്കെ, എക്സാമ്പിൾ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് പറയാം. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോമൺലി ഒക്കേർഡ് വാല്യൂ ഇൻ എ ഡാറ്റ. നമുക്കറിയാം, ഇപ്പൊ കുറേ ഒരു ഡാറ്റ നമുക്ക് കിട്ടി, അതിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് മോർ ഫാഷനബിൾ വാല്യൂ എന്ന് പറയാം അല്ലെ, അതിൽ ഏതാണോ അതാണ് മോഡ് എന്ന് പറയുന്നത്. സോ ഇതിലിപ്പോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മീൻ ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അപ്പൊ നമ്മൾ ഇപ്പൊ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കുറേ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഒക്കെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കതൊരു എക്സ്ട്രീം വാല്യൂസ്, ഇപ്പൊ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് 10, 12, 13, 14, 100 ഇങ്ങനെ ഒരു 6 സംഖ്യകളാണെന്ന് വിചാരിക്കുക നമ്മുടെ ഡാറ്റയിലുള്ള എണ്ണം എന്ന് പറയുന്നത്. ഇപ്പോ ഇതിൽ 10, 12, 13, 14, 100 അപ്പൊ 2 എക്സ്ട്രീമിൽ, അതായത് 100 എന്ന് പറഞ്ഞത് ഒരു എക്സ്ട്രീം വാല്യൂ ആണ്, റൈറ്റ്? അപ്പൊ നമ്മൾ മോഡ് നമ്മൾ കണക്കാക്കുന്ന സമയത്ത് 10 + 12 + 13 + 14 + 100. ഓക്കെ, അപ്പൊ മീൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പൊ മീൻ എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ 29.8 ആണ്. പക്ഷെ ഇതിൽ നമ്മൾ മീഡിയൻ എടുക്കുകയാണെങ്കിൽ 10, 12, 13, 14, 100 അതിൽ മീഡിയൻ ഏതാണ്? 13 ആണ്. ഓക്കെ, അപ്പൊ മീൻ എന്ന് പറയുന്നത് 29.8 ആണ്. പക്ഷെ ആക്ച്വലി 10ഉം 12ഉം 14 ഒക്കെ ഏകദേശം ഒരേ ഏരിയയിൽ വരുന്ന ഡാറ്റയാണ്, അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ വരുന്ന സംഖ്യയാണ്. പക്ഷെ 100 എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂ ആണ്. പക്ഷെ ഈ മീനിനെ ടുവാർഡ്സ് എക്സ്ട്രീം വാല്യൂസിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് മീൻ ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഇറ്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഓക്കെ, ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂ ഒരു സൈഡിൽ നിൽക്കുകയാണ്, ബാക്കിയൊക്കെ അടുത്തടുത്ത സംഖ്യകളാണെങ്കിലും മീനിന് എക്സ്ട്രീം വാല്യൂസ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ മീഡിയൻ നമ്മൾ മനസ്സിലായി. ദെൻ കമ്മിങ് ടു മീൻ ഈസ് പ്രിഫേർഡ് ഓവർ മീഡിയൻ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദെൻ മോഡിനെ കുറിച്ച് പറയാം. മോഡ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഫുൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻ എ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ആക്ച്വലി അത് ശരിയാണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? കാരണം ഈ മോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് ദ മോസ്റ്റ് ഫാഷനബിൾ വാല്യൂ അല്ലെങ്കിൽ കോമൺലി ഒക്കേർഡ് വാല്യൂ ആണ് ഒരു ഡാറ്റയിൽ. അപ്പൊ അതിന് കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. മീനിനെ പോലെ അങ്ങനെ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റും ചെയ്യില്ല, പെട്ടെന്ന് ഈസിലി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ, നമ്മളിപ്പോ ഒരു ഡാറ്റയുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് മോഡ് വെച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ വന്ന നമ്പറാണ്, പക്ഷെ അത് നമുക്ക് എക്സാക്ട് ആയിട്ട് ആ ഡാറ്റ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അത് എവിടെയാണ്, അതിന്റെ ടെൻഡൻസി എങ്ങനെയാണ്, സെൻട്രൽ ടെൻഡൻസി ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല മോഡ് മാത്രം നോക്കിയിട്ട്. സോ ഇറ്റ് ഈസ്
നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. അപ്പം ലീസ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള മെഷർ ആണ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then coming to fourth statement, in a symmetrical distribution, mean, median, and mode equal to each other. Okay, so നമുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ട് പറയാം. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ കൂടുതൽ റിസർച്ച് പർപ്പസ് വരുന്ന സമയത്തും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സെന്ററിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരു നോർമൽ കർവ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഡാറ്റ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവാം, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ആയിട്ടും, അതായത് കോമൺലി നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ HB വാല്യൂ ഓഫ് ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കാണിക്കുക. കാരണം നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഏത് ഇതായിരിക്കും വരിക. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട്, അല്ലെങ്കിൽ HB ലെവൽ നോർമലി ആയിട്ടുള്ള ആളുകൾക്ക് മിക്കവാറും ആളുകൾ നോർമൽ ആയിരിക്കും. പിന്നെ കുറച്ച് പേര് HBയുടെ കാര്യമായിട്ടോ പറഞ്ഞത്, ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമല്ല. HB ആണെങ്കിൽ മിക്കവാറും ആളുകൾക്ക് നോർമൽ ലെവൽ തന്നെ ആയിരിക്കും. ചിലർക്ക് അത് കുറവുണ്ടായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ആൻ അഡൾട്ട്, അതുപോലെ തന്നെ ബർത്ത് വെയിറ്റ് ഓഫ് എ ന്യൂ ബോൺ, അതൊക്കെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിലാണ് വരുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. രണ്ട് സൈഡിലോട്ടും ഈക്വലി ആയിരിക്കും അതിന്റെ ഒരു വളവൊക്കെ ഉണ്ടാകുന്നത്. സെന്ററിലോട്ടായിരിക്കും മീനും മീഡിയം മോഡ് ഉണ്ടാവുക. സോ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇറ്റ് ഈസ് എ ബെൽ ഷേപ്ഡ് കർവ്, റൈറ്റ്? ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്മൂത്ത് സിമെട്രിക്കൽ കർവാണ്, സ്റ്റാൻഡേർഡ് കർവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാവുക. But in the case of skewed distribution actually രണ്ട് ടൈപ്പ് ഉണ്ട്. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഉണ്ട്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിരിക്കും, അതായത് ഒരു സ്ട്രേറ്റ് ആയിരിക്കില്ല, ഒരു ചെരിവുണ്ടാവും, ഏതെങ്കിലും ഒരു സൈഡിലോട്ടായിരിക്കും ആ വാല്യൂ പോവുക. അതായത് മീനാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. കാരണം മീൻ എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഔട്ട്ലയേഴ്സ് എവിടെയാണോ അവിടത്തേക്കാണ് മീൻ പോവുക. ഓക്കെ, മീൻ പുൾ ടുവാർഡ്സ് ലോങ് ടെയിൽ. ഏത് ലോങ് ടെയിൽ എവിടെയാണോ അങ്ങോട്ടേക്കാണ് മീൻ പോവുക. കാരണം എക്സ്ട്രീം വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല. കാരണം അതായത് പോസിറ്റീവ്ലി ആവാം അല്ലെങ്കിൽ നെഗറ്റീവിലാവാം. ഫോർ എക്സാമ്പിൾ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവും, വെരി പുവർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പം അത് ഓരോ പോപ്പുലേഷനിലും വ്യത്യാസമായിരിക്കും. അപ്പൊ അത് സിമെട്രിക്കലി ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റൈറ്റ്? അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ, പിന്നെ ലെങ്ത് ഓഫ് ദി ഹോസ്പിറ്റൽ സ്റ്റേ, അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവ്ലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പം ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ല, ഒരു സൈഡിലോട്ട് കുറച്ച് ലെങ്തി ആയിട്ട് ഒരു ലോങ് ടെയിൽ ഉണ്ടാവും. സോ ഈ മീഡിയൻ എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ എന്താ പറയാ, ഈ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് നോട്ട് അഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ്, അത് എക്സ്ട്രീം വാല്യൂസിനെ അഫക്ട് ചെയ്യാത്തത് കൊണ്ട് മീഡിയൻ ആണ് മീനിനെക്കാളും പ്രിഫർ ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പം മീൻ ഇവിടത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ മോഡ് ഈസ് മീൻ ഈസ് പ്രിഫേർഡ് ഓവർ മീഡിയൻ ഇൻ സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ. ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. മീഡിയൻ ആണ് പ്രിഫേർഡ് ഓവർ മീൻ ഇൻ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം മീൻ എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓൾ ടുവാർഡ്സ് ലോങ് ടൈം. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഇതിൽ ആൻസർ നോക്കുകയാണെങ്കിൽ ആൻസർ ഈ സി ആണ്. ഓൺലി 1, 3 and 4 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ അപ്പൊ ഇതിൽ തേർഡ് സ്റ്റേറ്റ്മെന്റ് മോഡ് ഈസ് ദ ലീസ്റ്റ് യൂസ്ഫുൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഇൻ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഫോർത്ത്, മീനും മീഡിയനും മോഡും സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വൽ ആയിരിക്കും. ഒന്നാമത്തത് മീൻ ഈസ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th question. Which of the following statement regarding pneumoconiosis are correct? Statement 1, it is caused by inhalation of inorganic dust. Statement 2, coal workers pneumoconiosis is a fibrogenic disease. Statement 3, asbestosis associated with the pleural plaques and mesothelioma. Statement 4, pneumoconiosis is fully reversible on removal from exposure. Okay, ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ only 1, 2 and 3. ഓപ്ഷൻ ബി 2, 3 and 4. ഓപ്ഷൻ സി only 1, 3 and 4. ഓപ്ഷൻ ഡി all of the above. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ആക്ച്വലി ഇത് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ. ഓക്കെ ഓക്കെ സോ ന്യൂമോകോണിയോസിസ് നമ്മൾ കുറച്ച് സിലിക്കോസിനെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി വേറൊരു ക്വസ്റ്റ്യനിൽ. അപ്പം ന്യൂമോകോണിയോസിസ് എന്താന്ന് എല്ലാവർക്കും അറിയാം.
So it is a fibrotic lung disease caused by prolonged inhalation of inorganic or organic dust. Okay. സോ ഈ ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എ ലോങ് വേരിയബിൾ പീരീഡ് ഓഫ് എക്സ്പോഷർ പ്രോഗ്രസീവ്ലി അല്ലെങ്കിൽ ഗ്രാജുവലി ക്രിപ്പിൾ ദ മാൻ. ഓക്കെ, ആ പേഷ്യന്റിന് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഡ്യൂ ടു ആൻഡ് ഓൾസോ ബൈ റെഡ്യൂസിങ് ഹിസ് വർക്കിംഗ് കപ്പാസിറ്റി. അതായത് ന്യൂമോകോണിയോസിസ് ഉള്ള ഒരാൾക്ക് തീരെ കുറച്ച് ആ ഒരു പ്രൊലോങ്ഡ് എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആവുന്നത് ലങ് ഫൈബ്രോസിസ് ആണ്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് എ ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ലങ് ഫൈബ്രോസിസും അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ന്യൂമോകോണിയോസിസിനെ ഒരു ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇൻഓർഗാനിക് ഡസ്റ്റ് കൊണ്ടും വരാം, ഓർഗാനിക് ഡസ്റ്റ് കൊണ്ടും വരാം. അതിൽ കുറെ ക്ലാസിഫിക്കേഷൻസ്, കുറെ ഡിസീസസ് പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 ഡിസീസസ് മാത്രമാണ് ഞാൻ ഒരു എന്താ പറയാ ഇൻഓർഗാനിക് ഡസ്റ്റ് ഒരു 4 ഓർഗാനിക് ഡസ്റ്റിന് 4 ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല, കുറെ ഉണ്ട്. ദെൻ ഇതിൽ മെയിൻലി പറയുന്നതാണ് ഡസ്റ്റ്. അതായത് ഡസ്റ്റ് എന്ന് പറയുന്നത് കോൾ ഡസ്റ്റ് ആണെങ്കിൽ ഡിസീസ് ആന്ത്രക്കോസിസ് ആണ്, സിലിക്ക ആണെങ്കിൽ സിലിക്കോസിസ്, അസ്ബസ്റ്റോസ് ആണെങ്കിൽ അസ്ബസ്റ്റോസിസ് അലോങ് വിത്ത് ലങ് ക്യാൻസർ, അയേൺ ആണെങ്കിൽ സിഡറോസിസ്. പിന്നെ ഓർഗാനിക് ഡസ്റ്റിൽ പറയുന്നതാണ് കെയിൻ ഫൈബർ, ബഗസോസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബഗസോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ കോട്ടൺ ആണെങ്കിൽ ബിസിനോസിസ്, ടൊബാക്കോ ആണെങ്കിൽ ടൊബാക്കോസിസ്, പിന്നെ ഹെയർ ഗ്രെയിൻ ഡസ്റ്റ് ആണെങ്കിൽ ഫാർമേഴ്സ് ലങ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻഓർഗാനിക് ഡസ്റ്റും ഓർഗാനിക് ഡസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. സോ അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സിവിയറിറ്റി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈബ്രോട്ടിക് ലങ് ഡിസീസ് ആണ്, പ്രൊലോങ്ഡ് എക്സ്പോഷർ കൊണ്ടാണ് ഇത് ന്യൂമോകോണിയോസിസ് കോംപ്ലിക്കേറ്റഡ് ആണ് ആവുന്നത്. അപ്പം അതിന്റെ ഫാക്ടേഴ്സിനെ കുറെ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, ഫൈൻനെസ്, ആ പാർട്ടിക്കിളിന്റെ സൈസ്. യൂഷ്വലി ഡസ്റ്റ് സൈസ് പറയുന്നത് 0.5 to 3 മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്. ഡസ്റ്റ് സൈസ് ഓഫ് ന്യൂമോകോണിയോസിസ് പറയാറുണ്ട് 0.5 to 3 മൈക്രോൺ. ഓക്കെ, ഇറ്റ്സ് ദ മോസ്റ്റ് ഹസാർഡസ് ഡസ്റ്റ് സൈസ്. ഓക്കെ, ദെൻ ഡസ്റ്റിന്റെ കോൺസെൻട്രേഷൻ, ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ, ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വർക്കർ. ഇതൊക്കെയാണ് സിവിയറിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ആന്ത്രക്കോസിസ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം കോൾ വർക്കേഴ്സ്, ന്യൂമോകോണിയോസിസ്, അസ്ബസ്റ്റോസിസ്. ഓക്കെ, അത് രണ്ടുമാണ് കാര്യമായിട്ട് പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം ആന്ത്രക്കോസിസ് ആണ് നമ്മുടെ കോൾ മൈനസ് ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ കോൾ മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ കൽക്കരി ഖനനമൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവര്, അവരിലൊക്കെയാണ് ഈ ആന്ത്രക്കോസിസ് ഉണ്ടാവുക. ഓക്കെ, സോ അതിന്റെ മെയിൻ എന്താ പറയുക, ആന്ത്രക്കോസിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, ആന്ത്രക്കോസിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻഹലേഷൻ ഓഫ് ദി കോൾ ഡസ്റ്റ് ആണ്. കോൾ എന്ന് പറയുമ്പോൾ മെയിൻലി കാർബണും ആൻഡ് പ്ലസ് അതർ സബ്സ്റ്റൻസസ് ആണ് കോൾ ഡസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് അതർവൈസ് കാൾഡ് ബ്ലാക്ക് ലങ് ഡിസീസ്. കാരണം ആ ഒരു ആന്ത്രക്കോസിസ് വന്ന ആളുകളുടെ ലങ്ങിന് ഒരു ബ്ലാക്ക് അപ്പിയറൻസ് ആയിരിക്കും. ആ പിക്ചറിൽ കാണുന്നത് ആന്ത്രക്കോസിസ് വന്ന ഒരാളുടെ ലങ് ആണ്. അപ്പം അതിന് ബ്ലാക്ക് ലങ് ഡിസീസ് എന്നാണ് ആന്ത്രക്കോസിസിന് പറയുക. സോ അതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആണ്. അപ്പം സിലിക്കോസിസ് ആൾസോ എ നോട്ടിഫയബിൾ ഡിസീസ്. നോട്ടിഫയബിൾ ഡിസീസ് ആണ്, കാരണം അത് നമ്മൾ കൺഫേംഡ് ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് ഹെൽത്ത് എന്താ പറയുക വർക്കേഴ്സിന് അല്ലെങ്കിൽ ഹെൽത്തിൽ ഇൻഫോം ചെയ്യണം. സോ അതൊരു നോട്ടിഫയബിൾ ഡിസീസ് ആണ്. സോ മേജർ എന്താ പറയുക കോസ് ഓഫ് പെർമനന്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി ഒക്കെ വരുന്ന ന്യൂമോകോണിയസ് ആക്ച്വലി ആന്ത്രക്കോസിസ് അല്ല, അത് ആക്ച്വലി സിലിക്കോസിസ് ആണ്. സോ ഇറ്റ്സ് ദ മേജർ ഫൈബ്രോട്ടിക് ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത് സിലിക്കോസിസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ആന്ത്രക്കോസിസ് വരുന്നത്. സോ ഈ ആന്ത്രക്കോസിസിൽ 2 സ്റ്റേജ് ആണുള്ളത്, 2 ഫേസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് ഈസ് സിമ്പിൾ ന്യൂമോകോണിയോസിസ്. സിമ്പിൾ ന്യൂമോകോണിയോസിസ് ആണ് ഏകദേശം ഒരു 12 years ഓഫ് എക്സ്പോഷർ ഒക്കെ വന്ന ആളുകളിലാണ് സിമ്പിൾ ന്യൂമോകോണിയോസിസ് ഉണ്ടാവുക. അതിൽ സാധാരണ ചെറിയ സിംറ്റംസ് ആണ് ഉണ്ടാവുക, ഒരു ലിറ്റിൽ വെന്റിലേറ്ററി ഇമ്പയർമെന്റോ അങ്ങനെയൊക്കെ ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും സിമ്പിൾ ന്യൂമോകോണിയോസിസ് ഉണ്ടാവുക. ദെൻ സെക്കൻഡ് ഫേസിലോട്ട് പോകും, അതാണ് പ്രോഗ്രസീവ് മാസീവ് ഫൈബ്രോസിസ്. ഓക്കെ, അപ്പോൾ ഒരു ഫൈബ്രോജനിക് ഡിസീസ് ആണ്. സോ പ്രോഗ്രസീവ് മാസീവ് ഫൈബ്രോസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസബിലിറ്റി ഉണ്ടാവും. അത് പ്രിമച്വർ ഡെത്ത് പോലുള്ള ഇതിന് കാരണമാവും. ഓക്കെ, അപ്പം നമ്മൾ അത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ആന്ത്രക്കോസിസ് പറയുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ ഈ ന്യൂമോകോണിയോസിസ് അസോസിയേറ്റഡ് ആയിട്ട് പല കണ്ടീഷൻസ് വരാം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലിക്കോസിസും ട്യൂബർക്ലോസിസും വരാം, സിലിക്കോ ട്യൂബർക്ലോസിസ് അല്ലേ. അതേപോലെ വേറെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്,
എന്താണ് ഇപ്പം ന്യൂമോകോണിയോസിസും ആറയും കൂടെ വരുന്ന കണ്ടീഷന്റെ പേര് അറിയുന്നവർ പറയും. Kaplan ന്യൂമോകോ syndrome. കപ്ലാൻ സിൻഡ്രം. ഓക്കെ, അപ്പൊ കപ്ലാൻ സിൻഡ്രം നമുക്ക് ന്യൂമോകോണിയസിസ് അസോസിയേറ്റ് ആയിട്ട് വരുന്ന കണ്ടീഷനാണ്. സോ ഈ കപ്ലാൻ സിൻഡ്രത്തിൽ ആക്ച്വലി ഇപ്പൊ ഉള്ളവരിലാണല്ലോ. അപ്പൊ ഉള്ളവർ നമുക്ക് നോഡുലാർ റേഷ്യസ് ഉണ്ടാവും. ഈ ലെങ്സിൽ ലാർജ് നോഡുലാർ റേഷ്യസ് ഉണ്ടാവും ന്യൂമോകോണിയസിസ് ഉണ്ടെങ്കിൽ. 1 to 5 സെന്റിമീറ്റർ ഒക്കെ വരുന്ന അത്രയും വലിയ ലാർജ് ആയിട്ടുള്ള നോഡൂൾസ് ആണ് കാണുക. ഓക്കെ, അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും നമ്മുടെ ന്യൂമോകോണിയസിസും കപ്ലാൻ സിൻഡ്രം ഉള്ള ആളുകളിൽ. Then coming to asbestosis. Asbestosis എന്ന് പറയുന്നത് ഡ്യൂ ടു ഇൻഹലേഷൻ ഓഫ് ദി ആസ്ബസ്റ്റോസ് ആണ്. ഈ അസ്ബസ്റ്റോസ് നമ്മൾ ഇപ്പൊ അസ്ബസ്റ്റോസ് ഫൈബർ അതുപോലെ തന്നെ അസ്ബസ്റ്റോസിന്റെ റൂഫുകളൊക്കെ കാണാം. അതൊക്കെ ആക്ച്വലി എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ അസ്ബസ്റ്റോസിസ് പ്രൊലോങ്ഡ് എക്സ്പോഷർ, കുറെ കാലം എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ അസ്ബസ്റ്റോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലത്തെ അതിന്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെ അസ്ബസ്റ്റോസിന്റെ സിമെന്റ് ഫാക്ടറികളുണ്ട്, അതുപോലെ തന്നെ ഫയർ റൂഫ് ടെക്സ്റ്റൈൽസുകൾ, അവിടെയൊക്കെ അസ്ബസ്റ്റോസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഇൻഹലേഷൻ കാരണമാണ് അസ്ബസ്റ്റോസിസ് ഉണ്ടാവുന്നത്. സോ ഈ അസ്ബസ്റ്റോസിസ് തന്നെ ദേ ആർ സിലിക്കേറ്റ്സ് ഓഫ് വേരിയിങ് കോമ്പോസിഷൻ എസ്പെഷ്യലി കമ്പൈൻഡ് വിത്ത് സിലിക്ക കമ്പൈൻഡ് വിത്ത് മെഗ്നീഷ്യം, അയൺ, കാൽഷ്യം, സോഡിയം ആൻഡ് അലൂമിനിയം. അതൊക്കെയാണ് അതിന്റെ സിലിക്കേറ്റ്സ് ഓഫ് വേരിയിങ് കമ്പോസിഷൻ ആണ് ഈ അസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ. അതിന് മെയിൻലി 2 ടൈപ്പാണുള്ളത്. സെർപെന്റൈൻ വെറൈറ്റി അല്ലെങ്കിൽ ക്രൈസോലൈറ്റ്. ഓക്കെ, സെർപെന്റൈൻ വെറൈറ്റി ഉണ്ട്, ആംഫിബോൾ ടൈപ്പ് ഉണ്ട്. ഈ സെർപെന്റൈൻ വെറൈറ്റി ആണ് മോസ്റ്റ് കോമൺ. അറൌണ്ട് 90% സെർപെന്റൈൻ അസ്ബസ്റ്റോസിസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, സെർപെന്റൈൻ ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ക്രൈസോലൈറ്റ് ഒക്കെ ഞാൻ ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അസ്ബസ്റ്റോസിന്റെ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടൈപ്പാണ് ക്രൈസോലൈറ്റ് വെറൈറ്റി. ഓക്കെ, ദെൻ ആംഫിബോളിൽ കുറെ ടൈപ്സ് ഉണ്ട്. ക്രോസിഡോലൈറ്റ് ബ്ലൂ അസ്ബസ്റ്റോസ്, അമോസൈറ്റ് ബ്രൗൺ അസ്ബസ്റ്റോസ്, ആന്തോഫിലൈറ്റ് വൈറ്റ് അസ്ബസ്റ്റോസ്. ഓക്കെ, ജസ്റ്റ് പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. സോ ഇതിൽ ക്രോസിഡോലൈറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് മീസോത്തീലിയോമ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അസ്ബസ്റ്റോസിസ് നമ്മുടെ ലങ് ക്യാൻസറുമായിട്ട് ഒരു കോറിലേഷൻ ഉണ്ട് ആക്ച്വലി. സോ ഈ അസ്ബസ്റ്റോസിസിൽ അതായത് പ്രീഡിസ്പോസ്ഡ് ബ്രോങ്കോജനിക് കാർസിനോമ എസ്പെഷ്യലി ഇൻ സ്മോക്കേഴ്സിൽ ഒരു 5 to 10 years ഓഫ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ മീസോത്തീലിയോമയും അസ്ബസ്റ്റോസിസും കൂടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു കാര്യം. അപ്പൊ മീസോത്തീലിയോമ അസോസിയേറ്റ് വിത്ത് അസ്ബസ്റ്റോസിസ് എസ്പെഷ്യലി ക്രോസിഡോലൈറ്റ് ടൈപ്പ്. ഓക്കെ, സോ ഒരു 5 to 10 year ഓഫ് എക്സ്പോഷർ ആണ് പറയുന്നത്. പിന്നെ അതിനൊരു മെയിൻ ഫീച്ചർ ആണ് എക്സ്റേയിൽ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ്. ഓക്കെ, ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഓൺ എക്സ്റേ അത് യൂഷ്വലി ലോവർ 2/3 കാണാം. ഓക്കെ, അപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സിലിക്കോസിന്റെ എക്സ്റേ അപ്പിയറൻസ് എന്താണ്? ഓക്കെ, സിലിക്കോസിസിലെ ഒരു എക്സ്റേ അപ്പിയറൻസ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അറിയുന്നവരുണ്ടോ? എന്താണ് Ground glass. ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അസ്ബസ്റ്റോസിസിലാണ് ആക്ച്വലി. സിലിക്കോസിസിലാ പറയുന്നത്. സിലിക്കോസിസ് സ്നോസ്റ്റോം അപ്പിയറൻസ് ആണ് കേട്ടോ. സ്നോസ്റ്റോം അപ്പിയറൻസ് ആണ് നമ്മുടെ സിലിക്കോസിൽ. എസ് ആലോചിച്ച് വെക്കുക, സിലിക്കോസിസ് സ്നോസ്റ്റോം അപ്പിയറൻസ്. ഓക്കെ, ഇനി മറക്കൂലല്ലോ. ഈ സ്നോസ്റ്റോം അപ്പിയറൻസ് ആക്ച്വലി അപ്പർ 1/3 കാണുന്നത്. കാരണം ഈ സിലിക്കോസിന്റെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞത് നോഡുലാർ ആയിരിക്കും. യൂഷ്വലി അത് ലങ്ങിന്റെ അപ്പർ ഫീൽഡ്സിലാണ് അത് കാണിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അപ്പർ 1/3 എന്ന് പറയുന്നത്. പക്ഷെ ഇൻ അസ്ബസ്റ്റോസിസ് യൂഷ്വലി ഡിഫ്യൂസ് ആയിട്ട് പെരിബ്രോങ്കിയൽ ആയിരിക്കും ഫൈബ്രോസിസ് ഉണ്ടാവുക. അത് യൂഷ്വലി ബേസലി ആണ് കാണുക. അതുകൊണ്ട് ലോവർ 2/3 ഈ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ഉണ്ടാവുക. അത് ശരിക്കും ഈ PMലാണ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പഠിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അസ്ബസ്റ്റോസിസിലാണ്, സ്നോസ്റ്റോം അപ്പിയറൻസ് ആണ് സിലിക്കോസിസിൽ അപ്പർ 1/3, മറ്റേത് ലോവർ 2/3. ഇങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചിലപ്പോൾ അപ്പർ 1/3 ലോവർ 2/3 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ യൂഷ്വലി ഇതൊക്കെ APGTക്കാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ജസ്റ്റ് ആ പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, ഏതിലാണ് ഗ്രൗണ്ട് ഗ്ലാസ്, ഇതിലാണ് സ്നോസ്റ്റോം അപ്പിയറൻസ്. ഓക്കെ, സോ വേറൊരു കാര്യം കൂടെ ഈ അസ്ബസ്റ്റോസിൻ പറയുമ്പം അസ്ബസ്റ്റോസിസിൽ ആക്ച്വലി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ആന്ത്രോകോസിസിൽ പറഞ്ഞ പോലെ 2 ഫേസ് ഉണ്ടെന്ന് പറയില്ലേ. ഈ അസ്ബസ്റ്റോസിസിൽ ആക്ച്വലി ഡിസ്നി ഉണ്ടാവാം, ക്ലബിംഗ് ഓഫ് ദി ഫിംഗേഴ്സും സൈനോസിസും ഒക്കെ കാണാറുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ലങ് ക്യാൻസറിനോടൊക്കെ അസോസിയേറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ക്ലബിങ്ങും അതുപോലെ തന്നെ സൈനോസിസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സ്പ്യൂട്ടത്തിൽ ഒരു ഫൈൻഡിങ് ഉണ്ട്, അസ്ബസ്റ്റോസ് ബോഡീസ് കാണാൻ പറ്റും സ്പ്യൂട്ടത്തിൽ. അതിന്റെ വേറൊരു പേരാണ് ഫെറൂജിനസ് ബോഡീസ്.
ഫെറൂജിനസ് ബോഡീസ് കാണുന്നത് അസ്ബസ്റ്റോസിലാണ്. ആക്ച്വലി ഫെറൂജിനസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ അസ്ബസ്റ്റോസ് ഫൈബർ കോട്ടഡ് വിത്ത് ഫൈബ്രിൻ, അതിനെയാണ് നമ്മൾ ഫെറൂജിനസ് ബോഡീസ് അല്ലെങ്കിൽ അസ്ബസ്റ്റോസ് ബോഡീസ് പറയുന്നത്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻഡ് അസ്ബസ്റ്റോസിന്റെ ഒരു എക്സ്പോഷർ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, കൺഫർമേറ്ററി ടെസ്റ്റ് ഒന്നും അല്ല. അപ്പം ഫെറൂജിനസ് ബോഡീസ് കാണുന്നത് അസ്ബസ്റ്റോസിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ നമ്മുടെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ന്യൂമോകോണിയസിസ് കറക്റ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ 1, 2 and 3 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് ഇനോർഗാനിക് ടെസ്റ്റ് കറക്റ്റ് ആണ്. ബോത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ന്യൂമോകോണിയസിസ് വരാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കോൾവർക്കേഴ്സ് ന്യൂമോകോണിയസിസ് ഫൈബ്രോജനിക് ഡിസീസ്. കോൾവർക്കേഴ്സ് ന്യൂമോകോണിയസിസ് അല്ലെങ്കിൽ ആന്ത്രപ്പോസിസ് എന്ന് പറയുന്നത് ഫൈബ്രോജനിക് ഡിസീസ് ആണ്. ആൻഡ് ഓൾസോ സിലിക്കോസിസ് ഓൾസോ ഒരു ഫൈബ്രോജനിക് ഡിസീസ് ആണ്. മോസ്റ്റ് കോമൺ ഫൈബ്രോജനിക് ഡിസീസ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ സിലിക്കോസിസ് ആണ്. Then third statement, asbestosis is associated with the pleural plaques and mesothelioma. It's a correct statement. But fourth statement is pneumoconiosis is fully reversible on removal from exposure. ഇപ്പോൾ prolonged exposure ഉള്ള ഒരാൾക്ക് ലങ് ഫൈബ്രോസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഫുള്ളി റിവേഴ്സിബിൾ ആക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇഷ്ടത്തോട് കൂടിയിട്ട് പഠിക്കാം. ഓക്കെ, ഞാനൊക്കെ പണ്ടൊക്കെ മറ്റേ UG ഒക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചിട്ട് എക്സാം എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. അതായത് എക്സാമിന് പാസ്സാവാറുണ്ട്, പക്ഷെ ലാസ്റ്റ് ടൈമിൽ കുത്തിയിരുന്ന ഒരു 2-3 ആഴ്ച ഇരുന്ന് പഠിക്കും. അങ്ങനെയായിരുന്നു UG ടൈമിൽ. പിന്നെയാണ് ഞാൻ UG കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പഠിക്കാനൊക്കെ തുടങ്ങിയത്. നമ്മൾ ക്ലിനിക്കിൽ പോണ സമയത്ത്, അതുപോലെ തന്നെ എനിക്ക് PGക്ക് പോകണം എന്നൊരാഗ്രഹം വന്ന സമയത്ത് ഞാൻ പിന്നെ എനിക്ക് പഠിത്തത്തോടൊരു ഇഷ്ടമാണ് വന്നത്. അപ്പൊ ഞാൻ എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അങ്ങനെയാണ് പഠിച്ചത്. നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ്, ചിലർക്ക് അത് മന്തി ആയിരിക്കും, ചിലർക്ക് ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഐസ്ക്രീം ആയിരിക്കും, ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കും. നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ പഠിക്കാനിരുന്ന് നോക്ക്, നമുക്ക് ഒരിക്കലും ആ ഒരു പഠിത്തം മടുക്കില്ല. ഓക്കെ, ഞാൻ അതാണ് മനസ്സിലാക്കിയത്. ഇത് പറയുമ്പോൾ ഇവർക്ക് എന്താ പ്രാന്താണോ എന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. പിന്നെ എനിക്ക് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ MCQs ഒക്കെ നോക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറെ MCQs ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഏകദേശം 400-600 ഒക്കെ MCQ ചെയ്യാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ആക്ച്വലി MCQs 600 ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഒക്കെ ലാസ്റ്റിലേക്കാണ്, ഒരു ലാസ്റ്റത്തെ ഒരു 2 months 3 months ആണ്. അത് ആക്ച്വലി ഞാൻ ഈ PSCക്ക് വേണ്ടിയിട്ടല്ല അത്ര കാര്യമായിട്ട് പഠിച്ചത്. ഞാൻ APGP എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചത്. ഒന്നും കൂടി റിവൈസ് ചെയ്യാണ് ഞാൻ PGക്ക് വേണ്ടി ചെയ്തത്, മീൻസ് PSCക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ ഞാൻ അത്ര എന്താ പറയാ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല PSCക്ക് വേണ്ടിയിട്ട്. അത് ഞാനൊന്ന് റിവൈസ് ചെയ്ത് കുറച്ചും കൂടെ റിലാക്സ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ അന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ പഠിക്കാൻ മാത്രമുള്ള ഒരു ഇതായിരുന്നു. കാരണം PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മൾ PSC എക്സാം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ APGക്കാണ് ആക്ച്വലി കാര്യമായിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ പഠിച്ചത്. PSCക്ക് ഞാൻ അതൊന്ന് റിവൈസ് ചെയ്യും. ഞാൻ എഴുതിയ നോട്ടുകൾ, ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ചില ക്വസ്റ്റ്യൻസും ചില പോയിന്റ്സ് ഒക്കെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചു. അങ്ങനെ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നമ്മൾ നോമ്പിന്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ, സാധാരണ ഞാൻ നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ആളാണ്, പക്ഷെ രാവിലെ ഞാൻ നമ്മുടെ ഫാസ്റ്റിങ്ങിന് അത്താഴത്തിന് ഇരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിച്ച് അങ്ങനെയൊക്കെയാണ് PSCയുടെ സമയത്ത് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ MCQs നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാമെന്ന് കുറെ പേര് ചോദിച്ചു. അപ്പം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ MCQs നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചത്. പിന്നെ അത് എങ്ങനെയൊക്കെയാ വർക്ക്ഔട്ട് ചെയ്തിരുന്നു ചോദിച്ചു. പിന്നെ അപ്പം ഇതിൽ സോഴ്സ് എന്ന് പറയുന്നത്, അപ്പൊ MCQs ഞാൻ മെയിൻലി മെഡിഗുരുവിൽ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഡിഗുരു ആപ്ലിക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ PSCക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ MCQs മാത്രമുള്ള സെക്ഷൻ, അതായത് എനിക്ക് കാരണം ഓൾറെഡി നമുക്ക് നമ്മൾ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് PGയുടെ ഫസ്റ്റ് എക്സാമിന്റെ സമയത്തായിരുന്നു PSC എക്സാം വന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ അതും പഠിക്കാനുണ്ടായിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാണ് ഞാൻ കൂടുതൽ ചെയ്തത്. അപ്പം മെഡിഗുരുവിന്റെ നമ്മുടെ എന്താ പറയാ കുറെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ. അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോമിയോപീഡിയയിൽ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പ്രീവിയസ്
PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മുടെ വെസ്റ്റ് ബംഗാൾ PSC, ഹരിയാന PSC, അങ്ങനെ കുറെ, രാജസ്ഥാൻ PSC, കേരള PSC, എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ MCQs കിട്ടുന്നതാണ് സക്സസിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു വോളിയൂം തന്നെ ഉണ്ട്. അത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് സക്സസിന്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ PHFന്റെ മെറ്റീരിയലും IBSC ഒക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സക്സസിന്റെ ഹോമിയോപ്പതിക് പാർട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിപ്പോൾ എല്ലാ ഇതിലും ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്. അപ്പൊ അതിനധികം സമയം എടുക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു, വീണ്ടും വീണ്ടും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡിലായിട്ട് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് VK ചൗഹാൻ. VK ചൗഹാനിൽ ആക്ച്വലി പഴയ 3 എഡിഷൻസ് ആണ് എൻ്റെ 3 ബുക്ക് ഉണ്ട്, 3 വോളിയുണ്ട്. അതിൽ പഴയ എഡിഷനാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അതിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഓപ്ഷൻസ് ചിലതൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ട് തന്നെ നോക്കുക. പിന്നെ കേസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടേണിംഗ് പോയിന്റ്, പിന്നെ അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ടെലഗ്രാമിലെ ക്യൂസസ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ടെലഗ്രാമിലെ ക്യൂസ് എന്ന് പറഞ്ഞാൽ കുറേ ടെലഗ്രാം പേജസ് ഉണ്ട്. അതായത് ടെലഗ്രാം നമ്മൾ സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക, നമുക്ക് ടെലഗ്രാമിൽ കുറെ ക്യൂസ് അവൈലബിൾ ആണ്. അത് ഇന്നത് എന്ന് ഞാൻ പറയുന്നില്ല, കുറെ ഉണ്ട്. വേണ്ടി ടെലഗ്രാമിൽ നന്നായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ. ഞാൻ APGT സമയത്ത് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഫോണിൽ നിന്ന് ഒരു സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ടെലഗ്രാം. ഞാനത് മുമ്പൊരു കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഡെമോ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. ചിലപ്പം കണ്ടാവും. ഇതിന്റെ പഴയ ഫോണിലുള്ള ടെലഗ്രാം ആണ്. ഇതിൽ കണ്ടോ, ഞാൻ ഒരു വീഡിയോ ഉണ്ടോ, എല്ലാവരും കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇതെന്റെ പഴയ ടെലഗ്രാം ആണ്. ഇതിൽ കുറേ എന്താ പറയാ ഗ്രൂപ്പ് കാണാൻ പറ്റും. സക്സസിന്റെ, പിന്നെ NEET PG, അതേപോലെ തന്നെ എയിം ഫോർ ഹോമിയോപ്പതി, മെഡിഗുരു, പിന്നെ ഹോമിയോ മന്ത്ര, ഹോമിയോപീഡിയ, മെഡി എക്സ്പ്രസ്, അങ്ങനെ കുറെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, PHFന്റെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ ഇതിലൊക്കെ ക്യൂസസ് നടക്കാറുണ്ടാവും. അതായത് ഇപ്പൊ എനിക്ക് എത്രത്തോളം അത് ആക്റ്റീവ് ഉണ്ടെന്ന് അറിയില്ല, ഇപ്പൊ എത്രത്തോളം ടെലഗ്രാം ക്യൂസസ് എല്ലാവരും ചെയ്യാറുണ്ടെന്ന് അറിയില്ല. ആ സമയത്ത് ഇത് നല്ലൊരു സോഴ്സ് ആയിരുന്നു. അപ്പം ഇതിൽ ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, അത് നമ്മൾ ഡെയിലി ചെയ്യാം. നമ്മളിപ്പോ ഫോണ് മാത്രം കയ്യുള്ള സമയത്തൊക്കെ സിനിമയോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുന്നതിന്റെ പകരം ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം അതൊരു ഇതായിട്ട് എടുക്കാം. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് നേഹ തനേജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലോപ്പതിക് ഫിസിഷ്യന്റെ ഒരു കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഒരു ഗ്രൂപ്പാണിത്. ഇതിൽ കുറച്ചും കൂടെ റീസെന്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അത് NEET PG ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി അതിൽ ഉണ്ടായിരുന്നത്. ഇതൊന്നും ആക്ച്വലി നമുക്ക് PSCക്ക് വേണമെന്നില്ല. ഞാൻ APGT സമയത്താണ് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതില് വേറൊരു കാര്യം, അതുപോലെ തന്നെ NEET PG കുറെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അതിലൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ്, കുറച്ചും കൂടെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ MCQ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് എന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. നമുക്കിപ്പോ പല സ്ഥലത്തുനിന്നും ഇൻഫോഗ്രാഫിക്സ് കിട്ടുമല്ലോ, അപ്പൊ ഞാൻ അതൊക്കെ ഇതിലേക്ക് സേവ് ചെയ്ത് വെക്കും. അതായത് നമുക്ക് തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കാം, ആ ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ഞാൻ ഇതിലെടുത്ത് വെക്കും. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള കുറെ ടേബിൾസ് അതൊക്കെ ഇതിൽ വെക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ റിവൈസ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റും. മനസ്സിലായി, ഇതുപോലെ ഇൻഫോഗ്രാഫിക്സ്. അപ്പൊ ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് എങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ടായിരുന്നു. ദെൻ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് സേവ്ഡ് മെസ്സേജസ്. ആക്ച്വലി ഞാൻ MCQs അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നതാണ് എന്റെ സേവ്ഡ് മെസ്സേജസ്. അത് ഞാൻ പിന്നെ റിവൈസ് ചെയ്യാം, കാരണം നമ്മൾ അറിയുന്ന കുറെ ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും അറ്റൻഡ് ചെയ്ത് പോകും. അപ്പൊ അതിൽ തെറ്റാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം മാറ്റി വെച്ചാൽ അത് നമുക്ക് റിവൈസ് ചെയ്താൽ കുറച്ചും കൂടെ അത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ഗ്രൂപ്പിൽ ഒരു ഡോക്ടർ ഇങ്ങനെ ടിപ്സ് ഇടാറുണ്ടായിരുന്നു. അപ്പൊ ടിപ്സ് മാത്രം, അത് കുറെ ടിപ്സ് ഇടാറുണ്ടായിരുന്നു, ഡോക്ടർ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ആ ടിപ്സുകൾ മാത്രം ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ PSCക്ക് വേണ്ടി നോക്കി. ഇതിൽ കുറെ, അത് ഇന്ന സബ്ജക്റ്റ് എന്നൊന്നുമില്ല, കുറെ സബ്ജക്ട് മിക്സപ്പ് ആയിട്ടാണ് ഇടുക. ഇതിൽ മെഡിക്കൽ ഉണ്ട്, ഓർഗനോൺ ഉണ്ട്, PM ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൽ സേവ് ചെയ്ത് വെക്കും. അതും ഞാൻ റിവൈസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തന്നെ സ്വന്തം ഒരു സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാവർക്കും എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റഡി ആയിരിക്കും.
ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹൈ ഹീൽഡ് ക്വസ്റ്റ്യൻസ്, അത് പല ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്ന ഹൈ ഹീൽഡ് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ തന്നെ ഒരായിട്ട് വയ്ക്കും. ഇതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് PSC എക്സാമിന്റെ സമയത്ത് റിവൈസ് ചെയ്തതിലുള്ളതാണ് ഈ സെപ്പറേറ്റ് ആക്കി വെച്ച കാര്യങ്ങൾ. ഓക്കെ, സോ ഇതുപോലെ ആണ് ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാവരും ഇത്രത്തോളം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ PSCക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനെ പഠിച്ചത്, PGTക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി കൂടുതലായിട്ടും ഇങ്ങനെ പഠിച്ചത്. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പം എല്ലാവരും ഇതിനേക്കാളും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചവരുണ്ടാവും. ലാസ്റ്റത്തെ 3 months ഈസ് വെരി ക്രൂഷ്യൽ. ഞാൻ ലാസ്റ്റത്തെ 3 months APGTക്ക് പഠിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കാനും ചോറ് കഴിക്കാനും അതുപോലെ തന്നെ അത് ചോറ് കഴിക്കാനും കിടന്നുറങ്ങാനും മാത്രം ഞാൻ എണീറ്റിട്ടുണ്ടാവുള്ളൂ അന്ന്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് PSCക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഞാൻ അതുപോലെ തന്നെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത്ര കുത്തിയിരുന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ഞാൻ സമാധാനത്തോടു കൂടി പഠിച്ച ഒരു സമയമാണ് PSCക്ക് വേണ്ടിയിട്ട്. പക്ഷെ കുറെ മെന്റലി എമോഷണലി കുറെ കാര്യങ്ങൾ എന്നെ തളർത്തുന്നതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും ഒരു ഇതും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ എയിം എന്താണോ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇരുന്നത്. കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എനിക്ക് അത് ആ ഒബ്സ്റ്റക്കിൾ ഒക്കെയാണ് എന്നെ ഇങ്ങനെ ഒരു PSC എനിക്ക് നേടിത്തരാൻ സഹായിച്ചതെന്ന് ഞാൻ ഇപ്പോൾ പറയുള്ളൂ. ദെൻ വേറൊരു കാര്യം, നമ്മളിപ്പോൾ MCQs ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വെറുതെ വായിച്ചിട്ട് പോവരുത്. നമ്മൾ വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത്. ഒരു എക്സാമിന് ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ ടൈമൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒക്കെ ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് അതാണ്. നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യണ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് റെഫർ ചെയ്യുക, ആ ഒരു ഏരിയ നമ്മൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിക്കുക, ഫ്രണ്ട്സിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പൊ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം HFന്റെ കോച്ചിങ്ങിനാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മാക്സിമം അതിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. എപ്പോഴും നമ്മൾ ആ ഒരു ആക്ടിവിറ്റി കീപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. അല്ലെ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പ്രോവർബാണ്. നമ്മൾ ഒറ്റ അടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒരു 10 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഒന്നും. നമ്മുടെ എല്ലാ ഡോക്ടേഴ്സും എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ മാക്സിമം എന്നെ പോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഒരു കുറേ വർഷങ്ങളുടെ ഇയർ ഓഫ് ഹാർഡ് വർക്ക് ആണുള്ളത്. അത് ഒറ്റ രാത്രി കൊണ്ടൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഇന്ന് തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി തുടങ്ങിയവരുണ്ടാവും, ഇത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ക്ലാസ് കേട്ട് നോക്കുക. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന്. സോ ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു ഫോർ ദ ഇൻഫോർമേറ്റീവ് ക്ലാസ്. മാഡത്തിന്റെ ഈ ഒരു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മളെ മടി ഗുരുവിന് വേണ്ടിയിട്ട് നമുക്കൊരു മാഡത്തിന്റെ ടൈമും എഫേർട്ടും കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും നേരം ഈ ഒരു ക്ലാസ് കേട്ടിരുന്ന എല്ലാ സ്റ്റുഡൻസിനും നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതായിട്ട് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു.